NHAIയിലെ കേരളത്തിൽ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള ഒരുപാട് പ്രദേശങ്ങളിൽ ഇടിഞ്ഞു വീഴുകയും വിള്ളൽ വരികയും വാഹന ഗതാഗതം തടസ്സപ്പെടുത്തുകയും NHAI നടത്തിയ കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് ഒരുപാട് വീടുകൾ, റോഡുകൾ, സർവീസ് റോഡുകൾ ഒക്കെ തകർന്ന് കേരളത്തിലൊരു ദുരന്തമായിട്ട് NHAI മാറിക്കൊണ്ടിരിക്കുകയാണ്. അതതിൻ്റെ ഒരു ഭാഗമാണ്. ഞാൻ ഇന്ന് പ്രധാനമായിട്ടും നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇടതുപക്ഷ സർക്കാരും PWD മന്ത്രിയും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് സ്ഥലമെടുപ്പിന് പണം നൽകിയ ഏക സംസ്ഥാനം ഞങ്ങളാണ്. 5600 ചില്ലാനം കോടി രൂപ ഞങ്ങൾ നൽകിയിട്ടുണ്ട്. ഇത് ചരിത്രത്തിൽ ആദ്യമാണ്. അത് മാതൃകാപരമാണ്. ഈ സ്റ്റേറ്റിനെ ബുദ്ധിമുട്ടിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രോജക്റ്റ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആ പണം കൊടുത്തത്. UDFന് ആ പണം കൊടുക്കാൻ കഴിഞ്ഞില്ല. UDF ആഫീസും പൂട്ടി പോയതായിരുന്നു. ഇതാണ് അതിൻ്റെ ഒരു വെർഷൻ. ഇത് പച്ചക്കള്ളമാണ്. പച്ചക്കള്ളം എന്ന് പറഞ്ഞാൽ കല്ല് വച്ച നുണയാണ്. അത് എന്തടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് എന്ന ചോദ്യമാണ് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിലേക്ക് വരിക. അതിൻ്റെ കൃത്യമായ ചില ഡോക്യുമെൻറ്റുകളുമായിട്ടാണ്. ആ ഡോക്യുമെൻ്റ് നിങ്ങൾക്ക് നൽകാനുള്ളതാണ്. നിങ്ങളത് പരിശോധിക്കണം. കേരളത്തിലെ ജനങ്ങളെ അത് ബോധ്യപ്പെടുത്തണം. നിങ്ങളടക്കം തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിൽ ഈ ഭാഗ്യവശാൽ രാജ്യത്തിൻ്റെ രാജ്യസഭാ പാർലമെൻറ്റിൽ ഈ ചോദ്യം ഉന്നയിച്ചത് ബഹുമാനപ്പെട്ട എളമരം കരീം MP-യാണ്. അദ്ദേഹം ഈ ചോദ്യം ഉന്നയിക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ്, രാജ്യസഭ, അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ നമ്പർ 740 ആൻസേർഡ് ഓൺ 26/7/23 എന്ന് പറഞ്ഞാൽ ഈ അൺസ്റ്റാർഡ് ക്വസ്റ്റ്യനായിട്ട് 26/7/2023 ബഹുമാനപ്പെട്ട ഗഡ്കരി ഇവിടെ രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ കൊടുത്ത ആൻസറാണ്. ഇതിൽ പറയുന്നത് പാർട്ടിസിപ്പേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻ നാഷണൽ ഹൈവേ ഡെവലപ്മെൻറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 740, ശ്രീ എളമരം കരീം, will the Minister of Road Transport and Highways be pleased to state in what way the state government interventions are crucial for the development of national highway in the country? Details of the amount spent by the Government of India or NHAI in each state for the development of NHS for the last 5 years, provided the amount spent by the state and each. മിനിസ്റ്ററുടെ മറുപടിയാണ് ആൻസർ. ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. ഓരോ സംസ്ഥാനവും എത്ര പണമാണ് നാഷണൽ ഹൈവേ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് സംസ്ഥാനങ്ങൾ നാഷണൽ ഹൈവേക്കോ കേന്ദ്ര ഗവൺമെൻറ്റിനോ നൽകിയിട്ടുള്ളത് എന്നതാണ് ചോദ്യം. ഇത് എളമരം കരീം MP-യുടെ ചോദ്യമാണ്. 26/7/2023 ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി നടത്തിയ ആൻസറാണ് ഞാൻ വായിക്കുന്നത്. ദ മിനിസ്റ്റർ ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് ശ്രീ നിതിൻ ഗഡ്കരി, ദ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് interventions are required at every stage of ensuring timely completion of the national highway projects. It is extremely crucial for the timely completion of pre-construction activities such as land acquisition, utility shifting, tree cutting and other clearances required for a national highway project. നാഷണൽ ഹൈവേ പ്രോജക്റ്റ് തുടങ്ങുന്നതിന് മുമ്പുള്ള പ്രയാസങ്ങളെക്കുറിച്ചാണ് ഈ പറയുന്നത്. ലാൻഡ് അക്വിസിഷൻ, യൂട്ടിലിറ്റി ഷെയറിങ്, ട്രീ കട്ടിങ്, ക്ലിയറൻസ്, ഇതൊക്കെ സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തത്തിൽ വരുന്ന ഒരു കാര്യങ്ങളാണ്. ഡീറ്റെയിൽസ് ഓഫ് ദ എമൗണ്ട് സ്പെൻഡ് ബൈ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇൻ ഈച്ച് സ്റ്റേറ്റ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് നാഷണൽ ഹൈവേസ് ഫോർ ദ ലാസ്റ്റ് 5 years അറ്റ് ദ Annexure 1. ഡീറ്റെയിൽസ് ഓഫ് ദ കോൺട്രിബ്യൂഷൻ ഫോർ ദ ലാൻഡ് അക്വിസിഷൻ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് NH പ്രോജക്ട്സ് ഈസ് അനക്സർ. ഈ പറയുന്ന ഡീറ്റെയിൽസ് ഈ അനക്സറിൽ പറയുന്നു എന്നാണ് പറയുന്നത്. Annexure 2 ആണ്. നിങ്ങൾ കൃത്യമായി കേട്ടോ. Annexure referred to the reply to the Part C Rajya Sabha unstarred question number 740 answered on 26th July 2023. 2023 ചോദ്യമാണ്. 26th ജൂലൈയിലുള്ള ക്വസ്റ്റ്യനാണ്. ബൈ ശ്രീ എളമരം കരീം റിഗാർഡിംഗ് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻ ദ നാഷണൽ ഹൈവേ ഡെവലപ്മെൻറ്റ്. ഡീറ്റെയിൽസ് ഓഫ് ദ സ്റ്റേറ്റ് കോൺട്രിബ്യൂട്ടഡ് ഫോർ ലാൻഡ് അക്വിസിഷൻ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് NH പ്രോജക്ട്സ് ഈസ് അണ്ടർ. 10 സ്റ്റേറ്റിൻ്റെ കാര്യങ്ങൾ, 10 സ്റ്റേറ്റ് പണം നൽകിയ കാര്യങ്ങളാണ് ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഷോർട്ടായിട്ട് ഇത് വായിക്കാം. ഷെയറിംഗ് ഓഫ് 25% ഓഫ് LA കോസ്റ്റ്, ലാൻഡ് അക്വിസിഷൻ കോസ്റ്റ് ബൈ ഗവൺമെൻറ് ഓഫ് കേരള ഫോർ വൈഡനിങ്
National Highway NH 6685, 966, SH1 and NH 183 and all port connectivity projects. 25% ഈ പറയുന്ന ഈ NHന്റെ നമ്പറുകൾ വായിക്കുന്നതൊക്കെ ഇതിൽ പലതും ഈ NH 66ൽ മർജ് ചെയ്ത് ഒറ്റ റോഡായിട്ടുണ്ട്. അപ്പോൾ 2023 ഈ റോഡുകളുടെ പേരുകളാണ് ഇതിൽ സൂചിപ്പിച്ചിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഷെയറിംഗ് ഓഫ് 25% ഓഫ് ലാൻഡ് അക്വസിഷൻ കോസ്റ്റ് ബൈ ഗവൺമെൻറ് 25% സംസ്ഥാന ഗവൺമെൻറ് കൊടുത്തുകയാണ്. ആ എമൗണ്ടാണ് ഈ 5000 ചില്ലാനം കോടി എന്ന് പറയുന്നത്. 2, DDA അഗ്രീഡ് ഫോർ ഫണ്ടിങ്. DDA എന്ന് പറയുന്നത് ഡൽഹി ഡെവലപ്മെൻറ്റ് അതോറിറ്റി, ഡൽഹി ഗവൺമെൻറ് നൽകിയതാണ്. DDA agreed for funding of UER to NH 344, NH 344P, NH 344N to the tune of 3,600 crores. 3,600 കോടിയാണ് ഈ പറയുന്ന 3 ഹൈവേ വികസനത്തിന് വേണ്ടി ഡൽഹി ഗവൺമെൻറ് നൽകിയിട്ടുള്ളത്. ഫൈനാൻഷ്യൽ അഗ്രിമെൻറ്റ് വാസ് സൈൻഡ് ബൈ NHAI ഓൺ 19/4/2021. 2021 ഒരു അഗ്രിമെൻറ്റ് ചെയ്തു. Amounting of 2,340 crore has been deposited by DDA NHAI till date. എന്ന് പറഞ്ഞാൽ 19/4/23 3,600 കോടിയിൽ 2,340 കോടി രൂപ ഡൽഹി ഗവൺമെൻറ് NHAIക്ക് ഡിപ്പോസിറ്റ് ചെയ്തു എന്ന് മന്ത്രിയുടെ ഈ രേഖകൾ, പാർലമെൻറ്റിൽ കൊടുത്ത ഈ രേഖകൾ പറയാണ്. മൂന്നാമത്തത് ബീഹാർ ഗവൺമെൻറ്. ശരിക്കും കേട്ടോണേ, Bihar government is agreed 100% cost of land acquisition for the construction of Patna Ring Road Phase 1, approximately 106 kilometer. 106 കിലോമീറ്റർ റോഡ് ബീഹാറിൽ NHAIയെ പണിയാൻ വേണ്ടിയിട്ട് 100% ആണ് കൊടുത്തിരിക്കുന്നത്. 25% 50%. രാജ്യത്ത് ആദ്യമായിട്ട് പണം കൊടുത്തു എന്ന് പറയുന്നത് 2023 ആൻസറാണ്. 2021 തൊട്ട് 24 വരെയുള്ള എല്ലാ കണക്കുതിയിലുണ്ട്. അത് കഴിഞ്ഞ് തമിഴ്നാട് ഗവൺമെൻറ് നമ്മളെ തൊട്ടടുത്ത് എത്ര കൊടുത്തറിയുന്ന നിങ്ങൾ? തമിഴ്നാട് 4. തമിഴ്നാട് ഗവൺമെൻറ് വിൽ ഷെയർ 50% ലാൻഡ് കോസ്റ്റ് ലാൻഡ് ഫോർ ദ 4-lane എലിവേറ്റഡ് ഹൈവേ ഫ്രം ചെന്നൈ പോർട്ട് ടു മധുരാലയ 50%. 5 കർണാടക ഗവൺമെൻറ്. Karnataka government is sharing 50% of land acquisition cost for the project of Belgavi Ring Road, and the state government also sharing 25% of the project to Tumkur bypass. കേന്ദ്ര ഗവൺമെൻറ് കർണാടക ഗവൺമെൻറ് തുംകൂർ ബൈപ്പാസിന് 50% ലാൻഡ് അക്വിസിഷൻ്റെ പണം കൊടുക്കുകയാണ്. 6, ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ് കോൺട്രിബ്യൂട്ടഡ് 50% of the land acquisition cost for the proposed regional ring road around ഹൈദരാബാദ് സിറ്റി. 50% ആന്ധ്ര ഗവൺമെൻറ്. 7, ഒഡീഷ ഗവൺമെൻറ് കോൺട്രിബ്യൂട്ടഡ് 50% ഓഫ് ദ കോസ്റ്റ് ഓഫ് ലാൻഡ് അക്വിസിഷൻ ഫോർ ഭുവനേശ്വർ കട്ടക് ബൈപ്പാസ്, രാമേശ്വർ NH 16 ടു ഗോവിന്ദപൂർ NH 55 70.5 കിലോമീറ്റർ ആൻഡ് ഗോവിന്ദപൂർ NH 55 ടു താങ്കി NH 40 റോഡ് 400 കിലോമീറ്റർ. ഒഡീഷ ഗവൺമെൻറ് എത്ര? 50%. 8ാമത്തെ ഗവൺമെൻറ് ഓഫ് പഞ്ചാബ് കോൺട്രിബ്യൂട്ടഡ് 50% ഓഫ് ദ ലാൻഡ് കോസ്റ്റ് അക്വിസിഷൻ ഫോർ ദ നാഷണൽ ഹൈവേ ലഡോവാൽ ബൈപ്പാസ്. പഞ്ചാബ് ഗവൺമെൻറ് നൽകിയത്. 9, മധ്യപ്രദേശ് ഗവൺമെൻറ് പ്രൊവൈഡഡ് 292 ഹെക്ടർ ഫോറസ്റ്റ് ലാൻഡ് ഫോർ ദ ചമ്പാൽ എക്സ്പ്രസ് വേ 309 കിലോമീറ്റർ. 292 ഹെക്ടർ ലാൻഡ് 309 കിലോമീറ്റർ പണിയാൻ മധ്യപ്രദേശ് ഗവൺമെൻറ് പ്രൊവൈഡഡ് ഫ്രം ദ ഫോറസ്റ്റ്. ആ പൈസ ഫോറസ്റ്റൊക്കെ അടച്ചിട്ട് ആ ഭൂമി വാങ്ങി അവർക്ക് മറ്റു ഭൂമി കൊടുത്തു. ഇതാണ് ഇവിടെയാണ് ഒരു ഇഞ്ച് ഭൂമി നിലമ്പൂരിലെ ഹൈവേ ഒക്കെ തടസ്സപ്പെട്ട് കിടക്കാൻ നമുക്ക് ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. ഇപ്പം 289 ഹെക്ടർ ഭൂമിയാണ് ഈ പറയുന്ന മധ്യപ്രദേശ് ഗവൺമെൻറ്. 292 ഹെക്ടർ എന്ന് പറഞ്ഞാൽ 300, 600, 750 ഏക്കർ ഫോറസ്റ്റ് ഭൂമി മധ്യപ്രദേശ് ഗവൺമെൻറ് പർച്ചേസ് ചെയ്തിട്ട് ഹൈവേക്ക് വേണ്ടി കൊടുത്തു. 10, സ്റ്റേറ്റ് ഗവൺമെൻറ് ഓഫ് HP ഹിമാചൽ പ്രദേശ് agreed to bear the difference between the award amount calculated as per the circle rate of 2017-18 481 crore and that
As per the year 2021, 320.98 crore, which is almost 1,500.19 crore, is Himachal section of Pinjor Badi Nalagra project. 10 സ്റ്റേറ്റിൻ്റെ കാര്യങ്ങളാണ് അന്ന് 2023 വരെയുള്ള ഈ ടൈം പീരീഡിൽ 10 സ്റ്റേറ്റുകൾ ഇത്രയും കോടി. ഇതിൽ ഏറ്റവും കുറഞ്ഞ പെർസെൻറ്റേജ് കൊടുത്തത് കേരളമാണ്. 25% കൊടുത്തിട്ടുള്ളൂ. 75% കേന്ദ്രം എടുത്തിട്ടുള്ളത്. ഞാൻ ഞങ്ങൾക്ക് തരാം, കോപ്പി തരാം. യു ക്യാൻ സ്കാൻ ഇറ്റ്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ 50%. പഞ്ചാബ് ഗവൺമെൻറ് 100% കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് ഈ കളവ് പറഞ്ഞ് കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ നിരന്തരമായി പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വസ്തുത കേരളത്തിലെ ജനങ്ങളൊന്നും അറിയേണ്ടതുണ്ട്. ഇനി മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ റോഡ് ഇടിഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട PWD മന്ത്രി മരുമോന് ഇവിടെ വെല്ലുവിളിച്ചത് റീൽസിനെ കുറിച്ചാണ്. ഇനിയുണ്ട് റീൽസ് ഇനിയും വരും. ഇതുവരെ പറയാതെ പൊതുമരാമത്ത് വകുപ്പും ഞാനും എന്നായിരുന്നു പുള്ളി ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. ആദ്യമായിട്ട് മുഹമ്മദ് റിയാസ് പറയാണ്, ഞാനും സഖാക്കളും, ഞാനും ഗവൺമെൻറ്റും, ജനങ്ങളും ഗവൺമെൻറ്റും. ആദ്യമായിട്ടാണ് ഒരു വിഷയമുണ്ടായി, ഒരു ഹൈവേ ഇടിഞ്ഞു വീഴുമ്പോൾ അവിടെ വന്ന് ജനങ്ങളോട് സംസാരിക്കാൻ കഴിയാതെ ഒളിച്ചോടി വീട്ടിൽ 2 ദിവസം വാതിലടച്ചിട്ടിരിക്കുന്നു. എന്തേ കേന്ദ്ര ഗവൺമെൻറ് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ലല്ലോ മന്ത്രി? എന്താ പറയാൻ കഴിയാത്തത്? എന്തേ ആ കോൺട്രാക്ടർക്ക് അതേ KNRന് ഒരു വാക്ക് പറയാൻ ധൈര്യമില്ലാത്തത്? എന്തുകൊണ്ടാണ് പറയാൻ കഴിയാത്തത്? കോടികൾ വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്, ഇപ്പോഴും വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ അഴിമതി, ഒരു പക്ഷേ കേരളം കണ്ട നാഷണൽ ഹൈവേയിലെ ഏറ്റവും വലിയ അഴിമതി നടന്ന ഒരു കാലഘട്ടം ഇത് തന്നെയായിരിക്കും. പിന്നെ എന്താ ഇപ്പോൾ പുള്ളി പറയുന്നത്? ഞങ്ങൾക്കിതിലൊരു ഉത്തരവാദിത്വമില്ല. ആ തൊട്ട് ക്ഷ വരെ കേന്ദ്ര NHAI ആണ്, കേന്ദ്രമാണെന്നാണ് പറഞ്ഞത്. എന്നാൽ ആ പറഞ്ഞവർക്ക് ഇതിലെ നമ്മുടെ പ്രോഗ്രസ് റിപ്പോർട്ടിലെ 210 പേജ് വിടണ്ട്, ഞങ്ങൾ തരാം. ഇതിൽ പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറയുന്നത് ദേശീയപാത 66ൻ്റെ പ്രവൃത്തി അതിവേഗം പുരോഗമിക്കുന്നു. എല്ലാ റീച്ചുകളും കരാറുകാരെ നിശ്ചയിച്ച് പ്രവർത്തനങ്ങളിലേക്ക് കടന്നു. 25ഓടെ ദേശീയപാത വികസനം പൂർത്തിയാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. കരാറുകാരെ നിശ്ചയിക്കുന്നതിൽ വരെ ഇവരിടപെട്ടിട്ടുണ്ട്. ഈ 210 പേജിലായി പറയുന്നത് പ്രോഗ്രസ് റിപ്പോർട്ടിൻ്റെ. ഇവിടെ ഉണ്ട് 210 പേജ്. നിങ്ങൾക്ക് ഇതെല്ലാം നിങ്ങൾക്ക് കോപ്പി എടുക്കാം. ഇതാണ് പ്രോഗ്രസ് റിപ്പോർട്ട്. പ്രോഗ്രസ് റിപ്പോർട്ടിനെ കുറിച്ച് ബാക്കി നമുക്ക് പറയാം, ഇന്ന് തന്നെ പറയാനുണ്ട്. അപ്പോൾ റീൽസ് എടുക്കുന്ന വിഷയം, ഞാൻ റീൽസ് എടുക്കുന്നതിൽ 2 മിനിറ്റുള്ള 4 റീൽസിന് 39 ലക്ഷത്തി ചില്ലാനം 39,64,800 രൂപ ചെലവഴിച്ചു ടൂറിസം വകുപ്പ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ ഡീറ്റെയിൽസ് പോസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ പിന്നിൽ കുറേ കമൻറ്റുകൾ വന്നിരുന്നു. അപ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, പച്ചക്കള്ളമാണെന്ന് പറഞ്ഞത്. ഇതിൽ ആ ഗവൺമെൻറ്റിൻ്റെ ഓർഡറാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ, ആ കോപ്പിയാണ് നിങ്ങൾക്ക് നൽകുന്നത്. ഒന്ന് ചുരുക്കി വായിക്കാം. വിനോദസഞ്ചാര വകുപ്പ് വർക്കിംഗ് ഗ്രൂപ്പ് 2025-26 പ്രൊമോഷൻ ആൻഡ് മാർക്കറ്റിംഗ് കേരള റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ സൊസൈറ്റി 2025-26 എന്ന പദ്ധതിക്ക് ഭരണാനുമതി നൽകി ഉത്തരവ് നൽകുന്നു. വിനോദസഞ്ചാര വകുപ്പ് വകുപ്പ് പരാമർശം 3/2019 ടൂറിസം തീയതി, ആ തീയതികൾ പറയുന്നുണ്ട്. ഇനി ഉത്തരവ് കേട്ടോ നിങ്ങൾ, ഒക്കെ നിങ്ങൾക്ക് വായിക്കാം. കേരളത്തിലെ ഉത്തരവാദിത്ത ടൂറിസം പ്രവർത്തനങ്ങൾ സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്നതിന് വേണ്ടി 2017 രൂപീകൃതമായതാണ് ഉത്തരവാദിത്ത ടൂറിസം. മൂപ്പര് വന്ന ശേഷം ഉണ്ടാക്കിയാണ് ഉത്തരവാദിത്ത ടൂറിസം. ആ ഉത്തരവാദിത്തം എങ്ങോട്ടാണ് പോകണമെന്നുള്ളത് വായിക്കുമ്പോൾ മനസ്സിലാവും. ഉത്തരവാദിത്ത ടൂറിസത്തിൻ്റെ പ്രവർത്തനങ്ങൾ സംസ്ഥാനമൊട്ടാകെ വ്യാപിപ്പിക്കുന്നതിനും അതിൻ്റെ ഗുണഫലങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിനും ഗ്രാമീണ വികസനത്തിനും ദാരിദ്ര്യ ലഘൂകരണത്തിനും സ്ത്രീ ശാക്തീകരണത്തിനുമുള്ള ഉപാധിയായി ടൂറിസത്തെ മാറ്റുക. നല്ല ലക്ഷ്യമാണ്. എന്താ സംഭവിച്ചതെന്നുള്ളത് വായിക്കുമ്പോൾ മനസ്സിലാവും. കേരളത്തിലെ റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ സൊസൈറ്റി പ്രചരണത്തിലും വിപണനത്തിലും കൂടുതൽ കേന്ദ്രീകരിക്കണമെന്ന് വിവിധ യോഗങ്ങളിൽ ഗവേണിംഗ് ബോഡി തീരുമാനിക്കപ്പെട്ടു. പ്രൊമോഷൻ ആൻഡ് മാർക്കറ്റിംഗ് കേരള റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ സൊസൈറ്റി 2025-26 എന്ന പദ്ധതിക്ക് 2 കോടി രൂപ രൂപയുടെ ഭരണാനുമതി നൽകണമെന്ന് അഭ്യർത്ഥിച്ചു. പദ്ധതി പ്രപ്പോസൽ പരാമർശം 3 പ്രകാരം
വിനോദസഞ്ചാര വകുപ്പ് ഡയറക്ടർ വകുപ്പ് തല വർക്കിംഗ് ഗ്രൂപ്പ് വിഭാഗം അവതരിപ്പിക്കുകയുണ്ടായി. അവതരിപ്പിച്ചവർക്ക് കൊടുത്തു. ഇനി എന്തിനാ കൊടുത്തത് നിങ്ങൾ കേട്ടോ. പദ്ധതിയുടെ ഘടകങ്ങൾ ചുവടെ ചേർക്കുന്നു. ക്രമ നമ്പർ 1, പ്രൊജക്റ്റുകൾ പ്രവർത്തനങ്ങൾ പ്രതീക്ഷിക്കുന്ന ചെലവ്. പ്രചരണ വീഡിയോകൾ 2 മിനിറ്റ് വീഡിയോ 4 എണ്ണം അംഗീകൃത ഏജൻസികളെ കൊണ്ട് ചെയ്യിക്കുന്നതിന് 36,64,800 രൂപ. കായ് വാങ്ങിപ്പോയതാണ്. ഇവിടെ നിങ്ങളൊക്കെ റീല് നിയമിക്കുന്നതാണ്. 10ാം ക്ലാസ്സിലെ കുട്ടികളും 5ാം ക്ലാസ്സിലെ കുട്ടികളും റീലുണ്ടാക്കുന്ന കാലമാണ്. ഏറ്റവും വലിയ വീഡിയോ എടുക്കണമെങ്കിൽ ചിലവ് നിങ്ങൾക്കറിയാം. 50,000 1 ലക്ഷം വലിയ പ്രൊഫഷണൽസിനെയൊക്കെ വെച്ച് എടുക്കുമ്പോൾ വെറുതെ കൊടുക്കുന്ന പൈസയാണ്. അവിടെയാണ് വെറും 2 മിനിറ്റുള്ള ടൂറിസം പ്രോജക്റ്റിന്, അതും 1 2 3 4 വീഡിയോ 39,64,800 രൂപ. ടൂറിസം മന്ത്രി ഈ പണം എങ്ങോട്ടാണ് പോയിട്ടുണ്ടാവുക, ഈ റീലിന് എത്ര ചിലവ് വരിക എന്നുള്ള കേരളത്തിലെ ജനങ്ങൾക്കറിയാം. സഖാക്കൾ ഈ കൈകൊട്ടിയിട്ട് ഇവനെ പ്രൊമോട്ട് ചെയ്യുമ്പോഴേ, പ്രിയപ്പെട്ട എൻ്റെ സഖാക്കളെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കേണ്ടി വന്നിട്ടാണ് എനിക്കിന്ന് ഇവിടെ ഈ ഇരിക്കേണ്ടി വന്നത്. ഇത് തന്നെയായിരുന്നു ഞാൻ അന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് പറഞ്ഞത്. അതിൻ്റെ ജീവിക്കുന്ന തെളിവാണ്. ഇനി അടുത്തതിലേക്ക് പോയിക്കോ നിങ്ങൾ. 1. രണ്ടാമത് WTM ലണ്ടൻ, സ്റ്റേറ്റ് ഡൽഹി, OTM മുംബൈ ഉൾപ്പെടെയുള്ള, അതായത് ഡൽഹി മുംബൈ ഉൾപ്പെടെയുള്ള വിവിധ മേളകളിൽ പങ്കെടുക്കുന്നതിന് ഒരാൾക്ക് യാത്ര, താമസം, ഭക്ഷണ ചെലവുകൾ, മറ്റ് അനുബന്ധ ചെലവുകൾ, ബ്രാൻഡിങ്, മാർക്കറ്റിംഗ് എന്നിവ ഉൾപ്പെടെ 20 ലക്ഷം. ബോംബെക്കും ലണ്ടനക്കും പിന്നെ ഇവിടെ മുംബൈ. ഒറ്റ വിമാനം കയറിയിട്ടേ ഇവിടുന്ന് ഇങ്ങനെ ബോംബെ വരെ പോയി, അവിടുന്ന് ഡൽഹി പോയി, അവിടുന്ന് ലണ്ടൻക്ക് പോകാൻ, ദുബായിക്ക് പോകുന്ന പൈസ ഇല്ല ലണ്ടൻക്ക്. ഇവിടുന്ന് പോകുന്ന വിദ്യാർത്ഥികൾക്കറിയാം 20,000 22,000 രൂപയാണ് ഒരു ടിക്കറ്റിൻ്റെ പരമാവധി ചിലവ്. ചിലപ്പോൾ 11,000 കിട്ടാറുണ്ട്. അതിൻ്റെ മാക്സിമം കൂട്ടിക്കോ 25,000 കൂട്ടിക്കോ. അപ്പ് ആൻഡ് ഡൗൺ ഡൽഹി ലണ്ടനിൽ പോയി വരാൻ 50,000 റുപ്യേൻ്റെ ടിക്കറ്റ് ചിലവ് വരും. 2 ദിവസം താമസിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ $100 റൂമിന് കൂട്ടിക്കോ 8,000 റുപ്യ. 2 ദിവസത്തിന് 16,000 റുപ്യ. 50ഉം 16ഉം 66,000 റുപ്യ. പിന്നെ ഈ പോണ പോക്കിൽ ഡൽഹി വഴി പോകുകയാണെങ്കിൽ ഒരു 50,000 അതിനും കൂട്ടിക്കോ. ഒരു 1.5 ലക്ഷം 2 ലക്ഷം. ഇനി അത്യാവശ്യം സ്മോളൊക്കെ അടിക്കണവനാണെന്നുണ്ടെങ്കിലോ നല്ല വില കൂടിയ ബ്രാൻഡ് കിട്ടും ലണ്ടനിലൊക്കെ, അതും അടിച്ചോട്ടെ. അതിനൊരു 10,000 വെച്ചോ. എന്നാലും എത്ര വരിക? ലാവിഷായിട്ട് പോയി വന്നാൽ 3-4 ലക്ഷം. ലാവിഷായിട്ട് അടിച്ചു പൊളിച്ചിട്ട് വലിയ മലയാളിമാരൊക്കെ പോണ പോലെ പോയി വരണമെങ്കിൽ 20 ലക്ഷം കൊടുത്തിരിക്കണം. പോയ ആളെ പേരൊന്നുമില്ല, ഒരാൾക്കേ. ഇതാ നിങ്ങൾ വായിച്ച WTM ലണ്ടൻ എന്തൊരു മേളയാണ്, SATTE ഡൽഹി, OTM മുംബൈ, 3 മേളൻ്റെ പേരാണ്. ഇതൊക്കെ അവർക്ക് തന്നെ അറിയുള്ളൂ. ഉൾപ്പെടെ വിവിധ മേളകളിൽ പങ്കെടുക്കുന്നതിന് ഒരാൾക്ക് യാത്ര, താമസം, ഭക്ഷണ ചെലവുകൾ 20 ലക്ഷം. അളിയന്മാരാരെയും പോയിട്ടുണ്ടാവും ചിലപ്പം, മനസ്സിലല്ലേ? യൂസുഫ് അലിക്ക് പോവുകയാണെങ്കിൽ ഇത്ര വരുമോ? MA യൂസുഫ് അലി സാഹിബിനെയാണ് ഈ ഗവൺമെൻറ് ഇതിനെ ഡെപ്യൂട്ട് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ സ്ഥലത്ത് കൂടെ പോയി തരാൻ അല്ല, സഖാക്കൾ കൈയൊട്ടട്ടെ, പ്രൊമോട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കട്ടെ. ഇപ്പം നമ്മളാ ഈ ജാഥ വന്നല്ലോ, എന്താണ് ആശാ വർക്കേഴ്സിൻ്റെ ആ ജാഥ വന്നപ്പോൾ ആ ജാഥയിൽ പങ്കെടുക്കാൻ വേണ്ടി യൂണിവേഴ്സിറ്റിയിൽ പോയിരുന്നു ഞാൻ. ഒരു സഹോദരി എനിക്കൊരു വീഡിയോ കാണിച്ചില്ല, ആരോ അവർക്ക് അയച്ചു കൊടുത്താൽ ബഹുമാനപ്പെട്ട PWD മന്ത്രിയുടെ ഷർട്ടുകൾ. അദ്ദേഹം മന്ത്രിയായ 2021 മന്ത്രിയായി ഈ മാർച്ച് 31 വരെ അദ്ദേഹം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിലെ വീഡിയോസ്, ഫോട്ടോസ് അയാൾ എന്താ പറയുക, ഒരു പ്രവർത്തകൻ ആരോ പകർത്തിയെടുത്താണ്ട് അവർക്ക് അയച്ചു കൊടുത്താൽ 386 ഷർട്ട് നമ്പർ ഇട്ടിട്ട് അങ്ങനെ സ്ക്രോൾ ചെയ്ത് വീഡിയോ ഇട്ട് കാണണം. ആ സഹോദരിമാർക്ക് ആരും അയച്ചു കൊടുത്താണ്. മമ്മൂട്ടിക്ക് ഉണ്ടാവുമോ? ഇതൊന്ന് പറയാൻ പറ്റുമോ മനുഷ്യൻ്റെ അടുത്ത്? ആ പാവങ്ങൾ 100 റുപ്യ ചോദിക്കുന്നു. 100 റുപ്യ ഒന്ന് കൂട്ടിത്തരുമോ? അരി വാങ്ങാൻ, കുട്ടികൾക്ക് മരുന്ന് വാങ്ങാൻ, കുട്ടികൾക്ക് സ്കൂളിലൊരു ബാഗ് വാങ്ങാൻ. അത് നടക്കൂല. നിങ്ങൾ 7,000 കൊണ്ട് ജീവിച്ചോളണം. അവിടെയാണ്, അതാണ് മാറ്റം. തൊഴിലാളി വർഗ പാർട്ടിയെ എവിടെ എത്തി? ഇനിയും സഖാക്കൾക്ക് നേരം വെളുത്തിട്ടില്ലേ? ആരെ കയ്യിലാണ് നിങ്ങളിത് കൊണ്ടുപോയി കൊടുത്തത്? 20 ലക്ഷം റുപ്യ കഴിഞ്ഞില്ല. ഇനി മൂന്നാമത്തത് ബേപ്പൂർ പ്രിന്റഡ് ബ്രൗഷർ, ബേപ്പൂർ സർഫിംഗ് പ്രൊമോഷൻ വീഡിയോ, ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് പ്രൊമോഷൻ വീഡിയോ.
13,48,000. 13,48,756 റുപ്യ. നിങ്ങളിതിൻ്റെ വിവരാവകാശ പ്രകാരം ഇതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കണം. ഈ 20 ലക്ഷം ചിലവാക്കി 4 ദിവസം ലണ്ടനിക്ക് പോയത് ആരാന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കണം. നിങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ട്. ഒറ്റാളുടെ ഇതാ അങ്ങനത്തെ എഴുതിയിരിക്കണം. ഇതൊരു പങ്കെടുക്കുന്ന ഒരാൾക്ക് യാത്ര, അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. ഒരാൾക്ക് യാത്രാ താമസം. ഇനി പ്രധാനപ്പെട്ട RT ഡെസ്റ്റിനേഷനുകളിൽ QR കോഡുള്ള സൈൻ ബോർഡ് വെക്കാനേ 39,64,800. ഞാൻ കോപ്പി തരാം നിങ്ങൾക്ക്, നമ്മൾ ടൈം കളയുണ്ടല്ലോ. ഇനി അത് പോട്ടെ, പ്രധാന RT എന്താണ് ഈ RT? എനിക്ക് മനസ്സിലായില്ല. ഡെസ്റ്റിനേഷൻ റെസ്പോൺസിബിൾ, അതുപോലെ ഈ ടൂറിസം കേന്ദ്രങ്ങളിൽ വെക്കാൻ പ്രധാന റെസ്പോൺസിബിൾ ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ QR കോഡുള്ള സൈൻ ബോർഡ് വെക്കാൻ. ഇത്ര പോന്ന സാധനമല്ലേ, 50 റുപ്യ 100 റുപ്യ എത്ര റിയാസിന് അത് സാധനം ഉണ്ടാക്കി എത്ര വരും? അപ്പോൾ സാധാരണ നമ്മൾ ഈ വെക്കുന്ന ഇതിൻ്റെയൊക്കെ മുകളിൽ വെക്കുന്ന സാധനം ഉണ്ടല്ലോ, 150 റുപ്യേൻ്റെ സാധനം, വലിയ ഹോർഡിംഗ് വെക്കുകയാണ് ഈ പറഞ്ഞാൽ 1,000-2,000 വരും. ആ സാധനത്തിനെ പ്രധാന RT ഡെസ്റ്റിനേഷനിൽ എത്ര എണ്ണമൊന്നുമില്ല കേട്ടോ. പ്രധാന RT ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു 100 കൂട്ടിക്കോ, പരമാവധി കുറക്കണ്ട. QR കോഡുള്ള സൈൻ ബോർഡാണ് വെച്ചിട്ടുള്ളത്. 20 ലക്ഷം സുഹൃത്തുക്കളെ. ഇത് PV Anwar ഇവിടെ അടിച്ചുണ്ടാക്കി കണക്കല്ല കേട്ടോ, സർക്കാരിൻ്റെ രേഖയാണ്. കേരള റെസ്പോൺസിബിൾ ടൂറിസം 5 മിഷൻ സൊസൈറ്റിയുടെ ന്യൂസ് ലെറ്റർ തയ്യാറാക്കുന്നതിന് 4 പ്രസിദ്ധീകരിക്കുന്നു. പടച്ചോൻ്റെ റബ്ബെ, 13,21,600 റുപ്യ. 4 ന്യൂസ് ലെറ്റർ. എന്താ ന്യൂസ് ലെറ്റർ? 4 പേജിലൊരു ബുക്കേ. ഇതെന്താ സ്വർണം കൊണ്ടടിച്ച്? ഇതിൻ്റെ പേജ് സ്വർണ്ണാണോ? 13,21,600 റുപ്യ 4 എണ്ണത്തിന്. എൻ്റെ സഖാക്കളും കൂടി ഒന്ന് പരിശോധിക്ക്, ദയവായി പരിശോധിക്ക്. പിന്നെ 6 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഇന്ത്യൻ റൂറൽ അഗ്രി ടൂറിസം കോൺക്ലേവ്. റൂറൽ ഗ്രാമീണ അഗ്രി കാർഷിക മേഖലയുടെ എന്താണ് കോൺക്ലേവ് കാരണം എന്താ? കുറേ മത്തനും ചേമ്പും പൂളക്കിഴങ്ങും ഈ പറയുന്ന 3 കൊല്ലം കൊണ്ട് കായ്ക്കുന്ന മാവും 2 കൊല്ലം കൊണ്ട് കായ്ക്കുന്ന ചക്കൻ്റെ കുറേ തൈയൊക്കെ പാടെ കൊണ്ടുപോയി വെക്കാനേ 2 ദിവസത്തിന് 54,54,936 രൂപ 2 ദിവസത്തെ കാർഷിക വിപണന മേളക്കേ. നിങ്ങൾ ആലോചിക്ക്, കേരളത്തെ ജനങ്ങൾ ആലോചിക്കട്ടെ. എനിക്ക് തലക്ക് ഭ്രാന്തായിട്ടല്ല ഈ നടക്കുന്നത്. ഇതൊക്കെ കണ്ടിട്ട് ഹൃദയം പൊട്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയത്, മനസ്സിലായില്ലേ? ഇത് ആവർത്തിക്കുകയാണ്, കൊള്ളയടി. അതായത് 6ാമത്തെ ഐറ്റം, 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഇന്ത്യൻ റൂറൽ അഗ്രി ടൂറിസം കോൺക്ലേവ് 54,54,936. നല്ല ഫിഗറുകളാണ്. 7 2025 ഏപ്രിൽ 18 മുതൽ കോഴിക്കോട് നടക്കുന്ന സരത്ത് മേളയിൽ RT സ്റ്റാൾ ചെയ്യാനേ. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏപ്രിൽ എത്രയായിരുന്നു? 18 മുതൽ, ഇപ്പോൾ കഴിഞ്ഞത്. മൂപ്പര് കുറേ ഫോട്ടോ വീഡിയോ റീലൊക്കെ വിട്ടീനല്ലോ. സരസ് മേള, എന്തോ ഒരു രസം കേൾക്കാൻ പേര്, ചെറിയ പൈസയുള്ളൂ. സരസ് മേളയിൽ എന്താണ് നടക്കുന്ന? സരസ് മേളയിൽ RT സ്റ്റാൾ ചെയ്യാൻ റെസ്പോൺസിബിൾ ടൂറിസത്തിൻ്റെ ഒരു സ്റ്റോള്. നിങ്ങളൊക്കെ ഈ എക്സിബിഷനുമായിട്ട് സ്റ്റോൾ ഇടുന്നുണ്ടല്ലോ. ഈ റൂമിൻ്റെ പകുതി ഉണ്ടാവും, ഒരു 100 സ്ക്വയർ ഫീറ്റ്. മറ്റേ ഇവൻറ്റ് മാനേജ്മെൻറ്റുകാർ വന്നിട്ട് ഒരു മറ്റേ ഷീറ്റ് കെട്ടി അതിൽ കുറച്ച് വീഡിയോസും ഫോട്ടോസും ലൈറ്റൊക്കെ ഇട്ട് തരും. അതിന് 23,80,591 റുപ്യ. 23,80,593 റുപ്യ 100 സ്ക്വയർ ഫീറ്റ് ഒരു സ്റ്റാളിടാൻ. ഇത് പറയണ്ടേ? നിങ്ങൾ ആലോചിക്ക്. എന്നിട്ട് ഇങ്ങനെ 300 ജില്ലാ കുപ്പായിട്ട് നടക്കുക അല്ലേ? ഇനി 8ാമത്തത്, കേരള റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ സൊസൈറ്റി സക്സസ് സ്റ്റോറി ബുക്ക് മലയാളം. അതായത് മൂപ്പരുണ്ടാക്കിയ ടൂറിസത്തിൻ്റെ സക്സസ്സിനെ
കുറിച്ചുള്ള സ്റ്റോറി ബുക്ക് മലയാളം ഇംഗ്ലീഷ് കണ്ടന്റ് വൈൻഡ് ചെയ്യല്ലോ, ഇവിടെ ഉണ്ടാവും വൈൻഡ് ചെയ്ത്. ആ പ്ലാസ്റ്റിക്കിൻ്റെ സാധനമല്ലേ ഇങ്ങനെ ആ മുട്ടുകൂടെ ചുറ്റുന്ന ആണ് വൈൻഡിങ്. അതിനൊക്കെ പൈസയാണ്. മലയാളം ഇംഗ്ലീഷ് കണ്ടന്റ് പ്രിൻറ്റിങ് ഉൾപ്പെടെ 500 കോപ്പി കേട്ടോ. 15,29,257. റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ സൊസൈറ്റി സക്സസ് സ്റ്റോറി, മുപ്പര സക്സസ് സ്റ്റോറി, ആ റീലിൻ്റെ സ്റ്റോറി 15,29,000. ആകെ തുക 2 കോടി റുപ്യ. ഒരു പൈസക്ക് വ്യത്യാസം അങ്ങോട്ട് കിട്ടില്ല. 2 കോടി 1,12,000 അല്ലെങ്കിൽ 1 കോടി 99 ലക്ഷം. 2 കോടി എന്ന് പറയില്ലല്ലോ, അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. അത് ഉപദേശം കൊടുക്കാൻ ആരും ഉണ്ടായില്ല. ഏത് പെട്ടെന്ന് നമ്മൾ 2 കോടി എന്ന് പറയുമ്പോൾ സ്ട്രൈക്ക് ചെയ്യും. ബാറ്റിൻ്റെയൊക്കെ ചെരുപ്പിൻ്റെയൊക്കെ വില കണ്ടിട്ടില്ലേ? 299, 300 റുപ്യ എന്ന് പറയുമ്പോൾ നമുക്ക് വലുത് വന്നു. അപ്പോൾ ഇതാണ് രണ്ടാമത്തത്. ഇതൊക്കെ നിങ്ങൾ ഈ രേഖകളൊക്കെ നിങ്ങൾക്ക് തരാനുള്ളതാണ്. ഇനി നമുക്ക് പറയാനുള്ളത് ജൂദാസും വഞ്ചകനൊക്കെ ഉണ്ട്, അത് നമുക്ക് പറയാം. പ്രോഗ്രസ് റിപ്പോർട്ട് ഇവിടെ ഉണ്ടായും, ഈ 210 പേജ് 211. പിന്നെ PV അൻവർ 2000 കോടിയുടെ വികസനമായിട്ടാണ് ഞങ്ങൾ വരുന്നത്. PV അൻവർ ജനവഞ്ചകനാണ്, ഇതാണല്ലോ തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ച. അപ്പോൾ PV അൻവർ എന്തുകൊണ്ട് ഈ പറയുന്ന രാജിവെച്ചു എന്നുള്ളത് നമ്മൾ വിസ്തരിക്കപ്പെട്ടാണ്. ഇനി നിലമ്പൂരിൻ്റെ വികസനമാണ്. നിലമ്പൂരിൽ 2016 ഞാൻ MLA ആണ്. 2017-18 കിഫ്ബി വരുന്നത്. വലിയ സഹായം എനിക്ക് ഗവൺമെൻറ്റിൽ നിന്നും പാർട്ടിയിൽ നിന്നും കിട്ടിയിട്ടുണ്ട്, ഒരു തർക്കമില്ല. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ അവിടെ നടത്താനും സാധിച്ചിട്ടുണ്ട്. പക്ഷേ 2021-26 ആണല്ലോ ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനാണല്ലോ 5 മാസം മുമ്പ് ഞാൻ രാജിവെച്ചത്. ഈ 21 ശേഷമുള്ള 3.5 കൊല്ലം നിലമ്പൂരിലെ സകലമാന വികസനങ്ങളും തടസ്സപ്പെടുകയാണ്. എങ്ങനെയാണ് തടസ്സപ്പെടുന്നത്? ആരെങ്കിലും ഒന്ന് തടസ്സപ്പെടുത്തണമല്ലോ. ആ തടസ്സപ്പെടുന്നതും എനിക്ക് ഒരു 2 കൊല്ലം കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത്. അതിനൊരു കാരണമുണ്ട്. ശ്രീ മുഹമ്മദ് റിയാസിൻ്റെ ആവിർഭാവത്തിന് ശേഷം അദ്ദേഹം കേരളത്തിലെ മന്ത്രിസഭയിലേക്ക് കടന്നു വരുന്നതിന് ശേഷമാണ് നിലമ്പൂരിലെ ഏതൊക്കെ വികസനം തടസ്സപ്പെട്ടിട്ടുണ്ടെന്ന് ഞാനിപ്പോൾ നിങ്ങളെ ഷോർട്ടായിട്ട് പറയുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ തടസ്സം ഈ പറയുന്ന മന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് പിന്നെ ഞാൻ തിരിച്ചറിയാം. വ്യക്തിപരമായി പോയിട്ട് ഞാൻ പല കാര്യങ്ങൾ അദ്ദേഹത്തോട് അന്നത്തെ ബന്ധം വെച്ച് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. പൂവമ്പഴം കൊണ്ട് കഴുത്തറുക്കുക എന്ന് പറയും, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കത്തി കൊണ്ട് കഴുത്തറുത്താൽ എല്ലാവർക്കും മനസ്സിലാവും, ആൾ മരണപ്പെടും, രക്തം വരും. പക്ഷെ പൂവമ്പഴം വെച്ചിട്ട് കഴുത്തറക്കുന്നൊരു ഏർപ്പാടുണ്ട്. ഇത് പഴയ പ്രയോഗ പണ്ടത്തെ ആൾക്കാരുടെ. ആ പണിയായിരുന്നു എനിക്കിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, എന്തിനു പടച്ചനെ ഈ ചങ്ങാതി ഇങ്ങനെ പ്രയാസത്തിലാക്കുന്നത്? എനിക്കതിന് ഉത്തരം കിട്ടിയില്ല. ഞങ്ങൾ തമ്മിലൊരു അഭിപ്രായ വ്യത്യാസം പ്രത്യക്ഷത്തിലില്ല. പിന്നീട് ഞാൻ ചില ചർച്ചകൾ ചില ആളുകളുമായി നടത്തിയപ്പോഴാണ് പറഞ്ഞതെന്താ, ഞാനന്ന് കടന്നൽ രാജ്യമാണ്. CPM-ൽ യുവാക്കളുടെ ഇടയിൽ, വിദ്യാർത്ഥികളുടെ ഇടയിൽ, സൈബർ സഖാക്കളുടെ ഇടയിൽ വലിയ രീതിയിലുള്ള എന്താ പറയുക പിന്തുണ എനിക്ക് കേരളത്തിലൊട്ടാകുണ്ട്. നിങ്ങൾക്ക് അറിയുന്നതാണ്. എവിടെ പോയാലും സഖാക്കൾക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമാണ്, സ്നേഹമാണ്. അപ്പം മലബാറിൽ നിന്ന് വരാനുള്ള ഭാവിയിൽ അവൻ്റെ കണക്കൂട്ടലാണ്, എൻ്റെ കണക്കൂട്ടലല്ല. അദ്ദേഹത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ ഒരു തടസ്സമായിട്ട്, ഒരു കണ്ണിലെ കരടായിട്ട്, ഒരു കാലിൽ തടയുന്ന ഒരു സാധനമായിട്ട് PV അൻവർ വളർന്നു വലുതാകാനുള്ള സാധ്യത കാണുകയാണ്. അപ്പോൾ അൻവറിനെ വെട്ടണം, അൻവറിനെ തടുക്കണം. ആകെ വെട്ടി നിരത്തിയല്ലോ. ഇപ്പം മരുമാനും വേണ്ടിയിട്ട് എന്തൊക്കെ നടന്നു? കണ്ണൂരിലെ എല്ലാ ജയരാജന്മാരെയും മുക്കിലാക്കിയില്ലേ? ഇപ്പോൾ ഒരു സെക്രട്ടറി അവിടെ വന്നിട്ടുണ്ട്, നിങ്ങൾക്കറിയാലോ എവിടുന്നാണ് വന്നത്. കോഴിക്കോട് എന്താ ചെയ്തത്? കോഴിക്കോട് ആദ്യം സഖാവ് എളമരം കരീമിനെ വെട്ടി മൂലക്കാക്കി സൈഡാക്കി. നിങ്ങളറിയാം, അദ്ദേഹത്തെ ഇപ്പോൾ കാണാറുണ്ടോ? അതിന് ചെറിയ സഹായം മോഹനമാഷ എടുത്തു. ഇപ്പോൾ മോഹനമാഷയും വെട്ടി സൈഡാക്കി. ഇപ്പം മൂപ്പരുടെ സന്തത സഹചാതി ഒരു മെഹബൂബ പാർട്ടിയുടെ സെക്രട്ടറി. പിന്നെ ആകെ ബാക്കിയുണ്ടായിരുന്നത് പ്രദീപ് കുമാറാണ്, മുൻ MLA. സംസ്ഥാന കമ്മിറ്റി ഇല്ല, ജില്ലാ കമ്മിറ്റി ഇല്ല, സ്റ്റേറ്റ് കമ്മിറ്റി ഇല്ല, ഒന്നുമില്ല. എന്നാലും കോഴിക്കോട് ജില്ലയിലെ സഖാക്കളുടെ മനസ്സിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും ഇഷ്ടമുള്ള നേതാവാണ്. അയാളെ ശല്യം കൂടി നീക്കണം.
നമ്മൾ ഈ കായലിൽ നിന്നൊക്കെ ചണ്ടി നീക്കുന്നുണ്ടല്ലോ വെള്ളം തെളിയാൻ. അപ്പോൾ മൂപ്പർക്ക് ഒരു പണിയെടുത്തു, മുഖ്യമന്ത്രിൻ്റെ ഓഫീസിൽ ഒരു ക്ലർക്കിൻ്റെ പണിയെടുത്ത് മൂപ്പര് അങ്ങോട്ട് വിട്ടു. ഇപ്പം ഗ്രൗണ്ട് ക്ലിയറാണ് കോഴിക്കോടും കണ്ണൂരൊക്കെ. ഇനിയിപ്പോൾ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് വരുന്നു, മൂപ്പര് വിചാരിച്ച ആളുകൾ ഈ പറയുന്ന മരുമോനിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഗ്രൂപ്പുകളാണ് അവിടെ മത്സരിക്കാൻ പോകുന്നത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിയമസഭാ സ്ഥാനാർത്ഥിയെ പാർട്ടിയെ പൂർണ്ണമായും കയ്യിലാക്കിയില്ലേ. അപ്പോൾ അന്ന് ആ ആളുകൾ എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി ഇന്നത് തെളിയിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പി വി അൻവറിനെ തടയണം. പി വി അൻവറിന് പേര് കിട്ടാൻ പോകുന്ന ജനങ്ങളുടെ ഇടയിൽ സ്വാധീനിക്കുന്ന എല്ലാ പദ്ധതികൾക്കും തടസ്സം സൃഷ്ടിച്ചു. അതിലെ ഒന്നാമത്തതാണ് നിലമ്പൂർ ബൈപ്പാസ്. ആ ബൈപ്പാസ് 10-20-30 കൊല്ലമായി അങ്ങനെ കിടക്കുക. 8 കൊല്ലം ഞാൻ നിരന്തരമായി എൻ്റെ 2 PM-മാർക്ക് ഇത് മാത്രമാണ് പണിയുണ്ടായിരുന്നത്. പക്ഷേ പൈസ കിട്ടില്ല. ഓരോ ബഡ്ജറ്റ് വരുമ്പോഴും അത് പ്രഖ്യാപനം ഉണ്ടാവും. ഇന്നും അവിടെ കിടക്കുക. 500 കുടുംബങ്ങൾ നരകയാതന അനുഭവിക്കുക. ഈ 21-26 തീർക്കാൻ കഴിയുമെന്ന പദ്ധതി അവിടെ നിർത്തി. പല സമരങ്ങൾ വരെ നടത്തി. അവസാനം ഇവരൊരു ആവശ്യം ഉന്നയിച്ചു. അവർക്ക് ഒന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണണമെന്നുണ്ട്. അവരെയും കൂട്ടിയിട്ട് തിരുവനന്തപുരത്ത് പോയി. മുഖ്യമന്ത്രിയെ കാണാൻ 50 കുടുംബങ്ങൾ തിരുവനന്തപുരത്ത് വന്നു. മുഖ്യമന്ത്രിക്ക് കണ്ടു, അതിൻ്റെ റെപ്രസെൻറ്റേഷൻ കൊടുത്തു. അന്ന് വൈകുന്നേരം നിലമ്പൂർ LC സെക്രട്ടറി ഹരിയുടെ ഫേസ്ബുക്ക് പോലെ ഒരു ഫോട്ടോ ആണ്. ആ മുഖ്യമന്ത്രിക്ക് ഇവർ കൊടുക്കുന്ന പരാതിയുടെ ഫോട്ടോ വെച്ചിട്ട് അടിക്കുറിപ്പ് എന്താ പറയുക അദ്ദേഹത്തിൻ്റെ, ഈ സാധുക്കളെ കൊണ്ടുപോയി പറ്റിച്ചത് ആരാന്ന്. പാർട്ടിയുടെ നിലമ്പൂരിലെ ലോക്കൽ സെക്രട്ടറിയാണ്. ഞാനിത് കണ്ട അന്തം വിട്ടു. അപ്പം അത് പൂർണ്ണമായിട്ടും ആ ഓപ്പറേഷൻ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ മുഹമ്മദ് റിയാസിന് വേണ്ടി പി വി അൻവറിനെ വെട്ടാനാണ്. ഈ എന്താ പറയുക, നിലമ്പൂർ ജനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, കേരളത്തിലെ തമിഴിൽ നിന്ന് കർണാടക റോഡിനെ ഇൻ്റർലിങ്ക് ചെയ്യുന്ന ലക്ഷക്കണക്കിന് പോകുന്ന ആളുകൾ ഇന്നും ആ കഷ്ടപ്പാടിലും ദുരിതത്തിലാണ്. ആ പ്രൊജക്റ്റിൻ്റെ നടുമുറിച്ചു മുഹമ്മദ് റിയാസ്. നിലമ്പൂർ ഗവൺമെൻറ് കോളേജ് 2011-15-16 ഗവൺമെൻറ്റിൽ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അവസാനിക്കുന്ന ഘട്ടത്തിൽ കേരളത്തിൽ 14 ഗവൺമെൻറ് കോളേജുകൾ പ്രഖ്യാപിച്ചിരുന്നു. അന്ന് ശ്രീ ആര്യാടൻ മുഹമ്മദ് നിലമ്പൂർ മണ്ഡലത്തിലേക്ക് കിട്ടിയ കോളേജാണ് ഗവൺമെൻറ് കോളേജ്. അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ വരുന്നത് ഞാൻ വന്നതിന് ശേഷമാണ്. 13 കോളേജും പൂർത്തിയായി കുട്ടികൾ കോളേജിൽ സുഖമായിട്ട് പഠിക്കുക. നിലമ്പൂരിലെ കോളേജിൽ 3ാമത്തെ വാടക കെട്ടിടത്തിലാണ്. പൈസ ഇല്ല, സ്ഥലം ചൂണ്ടിക്കാണിച്ചിട്ട് അതിൻ്റെ പണി നടക്കില്ല. ഇന്ന് വരെ അത് പൂർത്തിയാക്കാൻ സമ്മതിച്ചിട്ടില്ല. ജനങ്ങൾക്ക് അറിവുള്ള കേസാണ്. എവിടെയാ തടസ്സം? ആ ഫയൽ കാണൂല. പോയാൽ ആ ഫയൽ എവിടെ നിന്ന് മുങ്ങും വലിക്കും. നിലമ്പൂർ ജില്ലാ ഹോസ്പിറ്റൽ ഈ പ്രദേശത്തിൻ്റെ ആകെ, ഈ കിഴക്കൻ ഏറനാടിൻ്റെയും നിലമ്പൂരിൻ്റെയും ഈ പറയുന്ന തൊട്ടടുത്ത എന്താ പറയുക മലയാളികൾ താമസിക്കുന്ന ഗൂഡല്ലൂർ ഉൾപ്പെടെ വയനാടിലെ SC/ST ഉൾപ്പെടെ എല്ലാവരും ഈ പ്രദേശത്ത് സമീപിക്കുന്ന ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രി. 100 കോടിയാണ് നാഷണൽ ഹെൽത്ത് മിഷൻ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് പ്രപ്പോസ് ചെയ്യുന്നത്. സ്ഥലമില്ല. 3 ഭാഗം റോഡാണ്, 1 ഭാഗം സ്കൂളാണ്, 2 ചില്ലാനം ഏക്കർ സ്ഥലമാണ്. അതിൽ 1 ഏക്കർ സ്ഥലം സ്കൂളിന് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ PTA തീരുമാനിച്ചു. കസ്റ്റോഡിയൻ എന്ന നിലക്ക് മുനിസിപ്പാലിറ്റി NOC വന്നു. ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തു. ജില്ലാ പഞ്ചായത്ത് റെക്കമെൻഡ് ചെയ്തു. ആ ഫയൽ ഇപ്പോഴും മുഖ്യമന്ത്രിയുടെയും ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെയും ഓഫീസിൽ എവിടെയാണ് കിടക്കുന്നത്. തന്നില്ല. ആകെ 300 കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. ആ കുട്ടികളെ തൊട്ടടുത്ത സ്കൂളിലേക്ക് മാറ്റാനുള്ള പ്രപ്പോസൽ കൊടുത്തു. MLA ഫണ്ടിൽ നിന്ന് ഫണ്ട് കൊടുത്ത് അവിടെ ബിൽഡിംഗ് കെട്ടിക്കിടക്കുക, കാലിയായി കിടക്കുകയാണ്. ലക്ഷക്കണക്കിന് ആളുകൾക്ക് സൗകര്യം കിട്ടുന്ന ആ ഒരു പ്രൊജക്റ്റിനെ ആരാ തടുത്തത്? ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയോട് ഞാൻ സംസാരിക്കുമ്പം അവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന്, കാരണം ഈ സ്ഥലം വിട്ട് നൽകണമെങ്കിൽ എൻ്റെ ക്ലിയറൻസ് കിട്ടണം, ഞാൻ എന്ത് ചെയ്യും MLA എന്ന് ചോദിക്കും ആരോഗ്യമന്ത്രി. സത്യമാണ്. എന്നെ തോൽപ്പിക്കാൻ ലക്ഷക്കണക്കിന് ആളുകൾ ഇന്നും കഷ്ടപ്പെടുകയാണ്. അവസാനം ഒരു കാർഡിയാക്ക് ഡിവിഷൻ തുടങ്ങാൻ MLA ഫണ്ടിൽ നിന്ന് 1.5 കോടി രൂപയോളം കൊടുത്തു. ആ മെഷീനുകൾ മുഴുവൻ അവിടെ കിടക്കുക. ഒരു പോസ്റ്റ് കാർഡിയാക്കിൻ്റെ, ഒരു കാർഡിയോളജിസ്റ്റിൻ്റെ തന്നിട്ടില്ല. ഇതൊക്കെ നിരന്തരമായി കത്ത് കൊടുത്ത കേസാണ് പാർട്ടിക്ക്. ഒരു ഇടപെടലും നടന്നിട്ടില്ല.
ഇനി മലയോര ഹൈവേ, എന്താ മലയോര ഹൈവേൻ്റെ സ്ഥിതി? കേരളത്തിൽ അങ്ങോളം മലയോര ഹൈവേ മുന്നോട്ട് പോവുകയാണ്. നിലമ്പൂരിൽ 3 കഷ്ണമായി കിടക്കുകയാണ്. 5 പൈസ ഇല്ല. ഒരു മലയോര 44 കിലോമീറ്റർ നിലമ്പൂരിലൂടെ കടന്നു പോകുന്ന ആ ഹൈവേയെ 3 കഷ്ണമാക്കി മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കിടക്കുക. കേരളത്തിലെ ഒരു സ്ഥലത്തുമില്ല. ഇങ്ങോട്ട് വരേണ്ട കിഫ്ബിയിലെ ഫണ്ടുകൾ മുഴുവൻ പുള്ളിക്ക് സൗകര്യമുള്ള സ്ഥലത്തേക്ക് വകഞ്ഞു മാറ്റി. അത് കഴിഞ്ഞു. നിങ്ങൾക്കറിയാം, പോത്തുകല്ലിൽ നിന്ന് മുണ്ടേരിയിൽ നിന്ന് നേരെ വയനാട്ടിലേക്കുള്ള വനപാതയാണ്. 13-14 കിലോമീറ്റർ കൊണ്ട് വയനാട്ടിലെത്താൻ പറ്റും. മേപ്പാടിയിൽ ആകെ വേണ്ടത് 13 ഹെക്ടർ സ്ഥലമാണ് ഫോറസ്റ്റിൽ നിന്ന്. MLA എന്ന നിലക്ക് ഫോറസ്റ്റ് കേരളത്തിൻ്റെ നിയമസഭയിൽ വനം മന്ത്രിക്ക് എഴുതി കൊടുത്തു, ഈ 21 ഹെക്ടർ ലാൻഡ് എക്സ്ചേഞ്ച് ചെയ്യാം സർക്കാരിന്. തത്തുല്യമായ ഭൂമി ഫോറസ്റ്റിലേക്ക് ഫ്രീ ആയിട്ട് ഞാൻ വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നിട്ടെങ്കിലും ആ റോഡ് തുറക്കണം. ആ പ്രപ്പോസൽ അവിടെ വാങ്ങി വെച്ച് അങ്ങോട്ട് തിരികെ എന്നല്ലാതെ അത് കണ്ടിട്ടില്ല. ഇനി നിസ്സാര കാര്യം പറയാം, നിലമ്പൂർക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. നിലമ്പൂർ അങ്ങാടിയുടെ വികസനം ഏകദേശം ഇപ്പം നമ്മൾ നടത്തി. ഇപ്പോഴും നിൽക്കുന്നത് ഫോറസ്റ്റ് ഓഫീസിൻ്റെ മുന്നിലുള്ള മതിലാണ്. 8 കൊല്ലത്തെ നിരന്തരമായിട്ടുള്ള ഇടപെടലാണ്. അവിടെ ഒരു എക്സ്പാൻഷന് വേണ്ടിയിട്ട് ഒരു 3 മീറ്റർ വീതിയിൽ വിട്ടുതരാൻ. അത് സാങ്ഷനായിട്ടൊരു കൊല്ലമായി, നിങ്ങൾ അറിയണം. സാങ്ഷനായിട്ടൊരു കൊല്ലമായി. ആകെ ചെയ്യേണ്ടതെന്താ അറിയോ? 1,37,000 രൂപ PWD അടക്കണം. എത്ര? 1,37,000 രൂപ. ഞാൻ രാജിവെക്കുന്നതിൻ്റെ 4 മാസം മുമ്പ് അവിടെ റെഡിയായി DFOനെയും കൂട്ടി ജനങ്ങളെയും കൂട്ടി കുറ്റി അടിച്ച് കയറ് കെട്ടി അവിടെ കോൺട്രാക്ടർക്ക് ആ നിലമ്പൂർ അങ്ങാടി വികസനത്തിൻ്റെ കൂടെ ചെയ്യേണ്ട പണിയാണ്. ആരടക്കേണ്ടത്? PWD അടക്കണം. 1,37,000 രൂപ. ഈ നിമിഷം വരെ ഈ നിലമ്പൂർ വികസനത്തിൻ്റെ ഒപ്പം പൂർത്തിയാകേണ്ടിയിരുന്ന നിലമ്പൂരിലെ ജനങ്ങൾ ശരിക്ക് കേട്ടോ, അല്ലെങ്കിൽ നാളെ പത്രസമ്മേളനം വിളിച്ച് പറയണം. ഇവർ PV അൻവർ പറയുന്ന കളവാണ്, തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ പറയണം. 1,37,000 രൂപ PWD വകുപ്പിൽ നിന്ന് ഫോറസ്റ്റിലേക്ക് നമുക്ക് ആ കാശ് കൊണ്ട് അടക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ 1,37,000 ഒക്കെ രണ്ടാളോട് വാങ്ങിയാൽ നമുക്ക് കൊടുക്കാം. അതും ചോദിച്ചു ഞാനും. ഒരു ഓപ്ഷനും ഇല്ല. PWDയുടെ വകുപ്പിൽ നിന്ന് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഹെഡിൽ നിന്ന് വരണം. ശ്വാസം മുട്ടുകയാണ്, രോഗികൾ കുടുങ്ങുക. നിങ്ങൾക്കറിയാം, നിലമ്പൂരിൽ അങ്ങാടി വികസിച്ചപ്പോൾ ഫോറസ്റ്റ് ഓഫീസിൻ്റെ മതിൽ ഇങ്ങനെ എന്താ പറയുക, ആനൻ്റെ തല പോലെ റോട്ടിലേക്ക് തള്ളി നിൽക്കുന്നു. ആരാ ഉത്തരവാദി? മറുപടി പറയട്ടെ. വഞ്ചകൻ ജൂദാസ്. ആരാ വഞ്ചകൻ? ആരാ ജൂദാസ്? ജനങ്ങളോട് മറുപടി പറയേണ്ടി വരും. അതുപോലെ നിലമ്പൂരിൻ്റെ ഏറ്റവും പ്രശസ്തമായ പദ്ധതിയായിരുന്നു കളത്തുംകടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജ്. നിലമ്പൂർ ഇപ്പോൾ ഈ പറയുന്ന ഫോറസ്റ്റ് ഓഫീസിൻ്റെ ഓപ്പോസിറ്റ്. നിലമ്പൂരിലെ കുടിവെള്ള പ്രശ്നം പൂർണ്ണമായും തീരാൻ ഏകദേശം 7.5 കോടി രൂപയോളം ഇൻവെസ്റ്റിഗേഷന് ചിലവാക്കി അതിൻ്റെ എന്താ പറയുക ഫണ്ട് അനുവദിക്കാനുള്ള വക്കത്ത് എത്തിയ 145 കോടി രൂപൻ്റെ പ്രോജക്റ്റാണ്. ആ പദ്ധതി തന്നെ കാണാനില്ല. എങ്ങോട്ട് വലിച്ചു പോയതറിയില്ല. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ജലജീവൻ മിഷന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് കിട്ടിയൊരു മണ്ഡലമായിരുന്നു. 750 കോടി രൂപ. എല്ലാ പഞ്ചായത്തിലും നമ്മൾ പൈപ്പിട്ടു. പിന്നെ പഞ്ചായത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഇതിൻ്റെ വാട്ടർ ടാങ്ക് ഈ പഞ്ചായത്തുകൾ കൂടി നിർമ്മിച്ചു കൊടുക്കണം. അങ്ങനെയാണ് പ്രോജക്റ്റ്. പഞ്ചായത്തുകളുടെ കയ്യിൽ പൈസ ഇല്ല. 1.5 കോടി രൂപ MLA ഫണ്ടിൽ നിന്ന് ഞാൻ കൊടുത്തു. ചുങ്കത്രയിലും കരുളായിലും ഈ ടാങ്ക് കെട്ടാൻ. ഇപ്പോൾ ഭൂമി കൂടെ മുഴുവൻ പൈപ്പാണ്. ഒരു പൈസ സംസ്ഥാന ഗവൺമെൻറ്റിന് കിട്ടിയില്ല. പൈപ്പിട്ട കോൺട്രാക്ടർമാർ കയറെടുത്ത് നടക്കുക. നിലമ്പൂർ മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങൾക്കും കുടിക്കാൻ വെള്ളം കിട്ടുന്ന പദ്ധതി കേരളത്തിലെ ഒരുവിധം ജലജീവൻ പദ്ധതികൾ മുഴുവൻ പൂർത്തിയായപ്പോൾ നിലമ്പൂരിൽ ഒരു ഇഞ്ച് പോകാൻ സമ്മതിച്ചിട്ടില്ല. 1 ഇഞ്ച് പോകാൻ. നിലമ്പൂരിലെ ജനങ്ങളുടെ വെള്ളം കൂടി മുട്ടിച്ചവരവർ. മറുപടി ഒന്ന് പറയട്ടെ. അത് കഴിഞ്ഞ് എടക്കര പോലീസ് സ്റ്റേഷൻ. നിങ്ങൾ നിലമ്പൂർ കൂടെ ഒന്ന് നടന്നു നോക്കുക.
നിലമ്പൂർ ഇനി ഒരു പാടുമില്ല. കറുത്ത റോഡിൻ്റെ പക്കത്ത് മുഴുവൻ തൂർത്ത് കഴിഞ്ഞു. 4 സെൻറ്റ് ഭൂമിയിൽ ഒരു കുടുംബത്തിന് വീട് വെട്ടാണ് ഈ ലൈഫ് പദ്ധതിയിൽ. എന്താണ് SP ഈ രണ്ടാമത്തെ SP ആയിട്ട് ഞാൻ ഉണ്ടായ പ്രശ്നം? ലൈഫ് പദ്ധതിയിൽപ്പെട്ട വീടുകൾക്ക് ആ തറയിലേക്ക് ഒരു 2 ലോഡ് മണ്ണ്, 2 ബക്കറ്റ് മണ്ണിടാൻ ഇയാൾ സമ്മതിക്കില്ലായിരുന്നു. മണ്ണെടുക്കാൻ സമ്മതിക്കില്ല. ആ സ്ഥാനത്ത് നിലമ്പൂർ ആകെ തൂർത്തു, ഒരു പ്രശ്നമില്ല. എടക്കരയിലെ പോലീസ് സ്റ്റേഷന് അവിടെ ഒരു 3 കുടുംബങ്ങൾ ചേർന്ന് 50 സെന്റ് സ്ഥലം തന്നു. ഈ രാജ്യമാകെ മണ്ണിട്ട് തൂർത്ത് വയൽ തിരഞ്ഞാൽ കാണാത്തപ്പോൾ നിലമ്പൂർ പോലീസ് സ്റ്റേഷന് അവിടെ സർക്കാർ പദ്ധതിക്ക് പെർമിഷൻ കൊടുത്തില്ല. ഇപ്പം ആ സ്ഥലം തന്ന ആളുകൾ കോടതി പോകാൻ നിൽക്കുക സ്ഥലം തിരിച്ചു കിട്ടാൻ. ഈ മാവോയിസ്റ്റ് വിഷയമുള്ള ഏറ്റവും വലിയ പോലീസ് സ്റ്റേഷനിൽ പെട്ടതാണ് എടക്കരയും ഈ പറയുന്ന വഴിക്കടവുമൊക്കെ. ഇതെന്താ പറയുന്ന അറിയോ? ഇങ്ങനെ വിഷയങ്ങൾ പോവുകയാണ്. പിന്നെ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപ ഇവിടെ ഇടിച്ച് പൊളിച്ച് കളഞ്ഞില്ലേ. ഈ മലയോര മേഖലയിലെ ജനങ്ങൾ, നിങ്ങൾക്കറിയാം 70% മലയോരാണ്, വന്യമൃഗമാണ്. 25 കോടി റുപ്യ ചോദിച്ചു. 25 കോടി റുപ്യ പ്രപ്പോസൽ ഇവിടുന്ന് പോയതാ. സ്ട്രോങ് ഫെൻസിങ്ങിനും അതുപോലെ തന്നെ കനാലുകൾ നിർമ്മിക്കാനും. ഒരു പൈസ കിഫ്ബിയിൽ നിന്ന് അനുവദിച്ചു എന്ന് പറയല്ലാതെ ഒരു ഉറുപ്പിക കിട്ടിയിട്ടില്ല. ജനങ്ങൾ ഇന്നും ആ വിഷയം അനുഭവിക്കുക. അപ്പം ഞാൻ ഇത്രയും പറഞ്ഞു വരുന്നത്, ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ ഇവരുടെ 4ാം വാർഷികം കൂടി പറഞ്ഞിട്ട് അവസാനിക്കുക. വലിയ അതുമായിട്ട് വരുമെന്നാണല്ലോ പറയുന്നത്. എന്താണ് ഒരു പ്രോഗ്രസ് റിപ്പോർട്ട്? ഈ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ 4 കൊല്ലത്തെ പ്രോഗ്രസ് റിപ്പോർട്ടുമായിട്ട് ഞങ്ങളിതാ നിലമ്പൂരിലേക്ക് വരാൻ പോകുന്നതാണെന്ന് വരട്ടെ. ആദ്യം ജനങ്ങൾക്ക് ചോദിക്കാനുണ്ടാവുക ഈ വന്യമൃഗ വിഷയങ്ങളാണ്. എന്ത് ചെയ്തു ഈ ഗവൺമെൻറ്? ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ജനങ്ങൾ അങ്ങേയറ്റത്തെ ദുരിതത്തിലാണ്. ഇവിടെ ആശാമാരുടെ സമരം 100 രൂപയ്ക്ക് വേണ്ടി നടക്കുമ്പോൾ അപ്പുറത്ത് നടക്കുന്നത് PSC. 35 ലക്ഷം ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമാണ് അഭ്യസ്ത വിദ്യരായ ഡിഗ്രിക്ക് മോൾ ഡിഗ്രിയും PGയും PhDയും എടുത്തവർ ഇവിടെ ഈ പറയുന്ന ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. PSCയിൽ വിദ്യാർത്ഥികളായി കാത്തിരിക്കുന്നത്. നിയമന നിരോധനം, ഒരാൾക്ക് തൊഴിലില്ല. അപ്പോൾ 21 അംഗ PSC മെമ്പർമാരുടെ അവരുടെ TA-യും DA-യും ശമ്പളവും ഇരട്ടിയായി വർദ്ധിപ്പിക്കുന്നത് ഇതിവിടെ നിലനിൽക്കുകയാണ്. സാധാരണക്കാരായ ജനങ്ങൾ ജീവിച്ചിരുന്നത് ഇവിടെ കാർഷിക മേഖലയാണ്. എല്ലാം തകർന്നു. 10 സെൻറ്റിൽ കപ്പ കൃഷി ചെയ്യാൻ വയ്യ. അപ്പോൾ ഈ പറയുന്ന പന്നിയാണ്. മരത്തിൻ്റെ മുകളിൽ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കായ പറിച്ചു പോകാൻ കുരങ്ങ്. വല്ല കൃഷിയും ചെറുതായിട്ട് നെല്ലോ വാഴയോ ചെയ്താൽ അവിടെ ഈ പറയുന്ന എന്താ പറയുക മയിലുകൾ. അവസാനം ബാക്കിയുള്ളത് എന്താണ്? നിലമ്പൂരിലൊക്കെ ഈ മലപ്പുറത്തൊക്കെ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷിയുള്ള സ്ഥലമാണ് നിലമ്പൂർ മലയോരം. ആകെ ഉള്ളത് റബ്ബറാണ്. അത് ടാപ്പ് ചെയ്ത് എങ്ങനെയും ജീവിക്കാൻ നോക്കുമ്പം ടാപ്പിങ്ങിന് പോകുന്നവരെ കാത്തിരിക്കുന്ന ഈ പറയുന്ന കടുവയും ആനയും ചവിട്ടി കൊല്ലുകയാണ്. ടാപ്പിംഗ് നടക്കുന്നില്ല ഈ മേഖലയിൽ. ഇതിനൊന്നും ഒരു പരിഹാരവുമില്ല. ജനങ്ങൾ നേരിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. സർക്കാരിൻ്റെ ആശുപത്രി എന്താ സ്ഥിതി? ആശുപത്രിയുടെ സ്ഥിതി എന്താ? ഒരൊറ്റ ആശുപത്രിയിൽ മരുന്നില്ല. പലതരത്തിലുള്ള ഇൻഷുറൻസ് കാർഡുകളുണ്ട്, എല്ലാം ബ്ലോക്കാണ്. ഒരു ആശുപത്രി എടുക്കുന്നില്ല. 4ാം വാർഷികത്തിൻ്റെ മേന്മ പറഞ്ഞ് അമ്മായിയപ്പൻ മരുമകന് കേക്ക് മുറിച്ച് ആ സന്തോഷം പങ്കിടുമ്പോൾ പാവപ്പെട്ട രോഗികൾ ഒരു നേരത്തെ മരുന്ന് വാങ്ങാൻ കഴിയാതെ കേരളത്തിൽ അലയാണ്. ഇതല്ലേ വസ്തുത? ഇവരുടെ വലിയ കൊട്ടിഘോഷിക്കപ്പെട്ടതായിരുന്നല്ലോ 4ാം വാർഷികം ആഘോഷിക്കുന്ന ഈ ഗവൺമെൻറ് ജപ്തി. ഒരാളെയും വീട്ടിൽ നിന്ന് ഇറങ്ങില്ല. ഞങ്ങൾ ലൈഫ് പദ്ധതിയുമായി വീടുണ്ടാക്കി പോകുമ്പം വീട്ടിൽ നിന്ന് ആളിറക്കേ. മുഖ്യമന്ത്രി പറഞ്ഞതാണ്. കേരളത്തിന് നിയമസഭയിൽ ഞാൻ ഇരിക്കുമ്പോൾ നിങ്ങളോട് വല്ലവട്ടം പറഞ്ഞിട്ടുണ്ട്. ജപ്തി അല്ലാതെ കേരളത്തിൽ വല്ലതും നടക്കുന്നുണ്ടോ? എത്ര കുടുംബങ്ങൾ അനാഥമായി, എത്ര കുടുംബങ്ങൾ ആത്മഹത്യ ചെയ്തു. ഏതൊക്കെ ബസ് സ്റ്റാൻഡിലും ഏതൊക്കെ റെയിൽവേ സ്റ്റേഷനിലും വെയിറ്റിംഗ് ഷെഡിലും ആളുകൾ പോയി കിടക്കുന്നു. എന്തേ ഈ പറയുന്ന ഈ പാവപ്പെട്ട തൊഴിലാളി നേതാക്കന്മാർക്ക് ആർക്കും കണ്ണും ചോരയില്ലേ? എവിടെയാണ് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? ജപ്തി സംബന്ധമായിട്ട് ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ ഒരു വിഷയമായി അത് മാറിയില്ലേ? പിന്നെ ഏറ്റവും വലിയ കച്ചവടപ്പം നടക്കുകയാണ്. എന്താണ്? മയക്കുമരുന്ന്. മയക്കുമരുന്നൊരു ഭാഗത്ത് നടന്നുകൊണ്ടേയിരിക്കുന്നു.
സ്ത്രീകൾ ഏറ്റവും സെക്യൂർഡായ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു. എത്ര അമ്മമാരവിടെ മക്കൾ കൊന്നു, എത്ര പെങ്ങന്മാരിവിടെ ബലാത്സംഗം ചെയ്യപ്പെട്ടു ആങ്ങളെ കൊണ്ട്, എത്ര അച്ഛന്മാരിവിടെ മരണപ്പെട്ടു. ഒരുത്തൻ നടന്ന 5 ആളെ തീർത്തു തിരുവനന്തപുരത്ത്. അവന് ഡ്രഗ് അഡിക്റ്റാ, അത് പറയാൻ പോലീസ് തയ്യാറല്ല. അവന് ചെറിയ സാമ്പത്തിക പ്രശ്നം ഉണ്ടായിരുന്നു. എന്താണ് പോലീസിൻ്റെ റിപ്പോർട്ട്? ഒരു കുടുംബത്തിലെ 5 എണ്ണത്തിനെ കൊല്ലണത് സ്വാഭാവികമായിട്ട് മനുഷ്യന്റെ ബുദ്ധിയിൽ അവന് ചെയ്യാൻ സാധിക്കും ഒരൊറ്റ ദിവസം. അവന് പ്രാന്താവണ്ടേ? അതിനെ നേരെ തിരിച്ച് അവൻ ഡ്രഗ് അഡിക്റ്റാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഈ പ്രതിഷേധം കത്തുന്ന സമയത്താണതുള്ളത്. അതിനെ മാനിപ്പുലേറ്റ് ചെയ്തു പോലീസ്. എന്താ ഇന്ന് വീടുകളിലെ സ്ഥിതി? അമ്മമാർക്ക് ആമ്പിള്ളേരിലെ വീട്ടിൽ പണ്ട് മനസമാധാനമായിട്ട് കിടന്നുറങ്ങിയിരുന്നു. എൻ്റെ മോൻ അപ്പുറത്തുണ്ടല്ലോ, കള്ളന്മാരെയൊന്ന് പേടിക്കണ്ടല്ലോ, എനിക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച ഒരു സംസ്ഥാനം ഇന്ന് അമ്മമാർ കിടക്കുന്ന റൂമിന് ഡബിൾ ലോക്ക് വെക്കുകയാണ് മക്കളെ പേടിച്ചിട്ട്. പെങ്ങന്മാർ കിടക്കുന്ന റൂമിന് ഡബിൾ ലോക്ക് വെക്കുകയാണ്. വ്യാപകമായില്ലേ മയക്കുമരുന്ന് കച്ചവടം? ഈ ഗവൺമെൻറ് എന്ത് നിയന്ത്രണം ഏർപ്പെടുത്തിയത്? നിങ്ങൾ ഈ പത്രക്കാർ മുഴുവൻ ഈ ക്യാമറയും മൈക്കുമായി റോട്ടിലേക്ക് ഇറങ്ങി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോഴല്ലേ ഇവിടെ 10 അറസ്റ്റ് നടന്നത്? ഇപ്പോൾ വല്ലതും നിങ്ങൾ കേൾക്കുന്നുണ്ടോ? എന്നിട്ട് മയക്കുമരുന്നിനെ നേരിടും. ആഴ്ചയിൽ പത്രസമ്മേളനം നടത്തും. മദ്യശാലകൾ അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കുഴപ്പമില്ല. മദ്യം കുടിച്ച് ഭ്രാന്തായ പ്രശ്നമല്ല. എന്താ പറയുക, ലാസ്റ്റ് ലഹരി. മയക്കുമരുന്നൊന്നും പറയില്ല, ലാസ്റ്റ് ലഹരിയുടെ പ്രയോഗം കേരളത്തിൽ ഞങ്ങൾ നിയന്ത്രിക്കും. മറ്റേ ലഹരി അങ്ങനെ വർദ്ധിച്ചോട്ടെ. ഇപ്പം പൊളിഞ്ഞ് പാളിസായി കിടക്കല്ലേ KSRTC? പുതിയൊരു തന്ത്രമായിട്ട് വരുന്നുണ്ട്. ഇന്നലെ കണ്ടില്ലേ നിങ്ങൾ? സകല KSRTC സ്റ്റാൻഡിലും ബൾക്ക് ഔട്ട്ലെറ്റുകൾ പറഞ്ഞു. നല്ല കച്ചവടം. ബത്തേരി സ്റ്റാർട്ട് ചെയ്തു. KSRTC സ്റ്റാൻഡിലെ കള്ള് കച്ചവടേ. ഇതിലൊന്നും ഒരു വിഷയമില്ല. 4ാം വാർഷികത്തിൽ കൊട്ടിഘോഷിക്കപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസമാണ് കേരളത്തിലെ ഈ പറയുന്ന KSRTCയിൽ ഈ ബെവ്ക ഔട്ട്ലെറ്റുകൾ ആരംഭിക്കുന്നത്. ഇതാണ് മയക്കുമരുന്ന് രംഗത്തും ഈ പറയുന്ന ലാസറി രംഗത്തും ഈ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സംഭാവന. പാലക്കാട് വലിയ ഫാക്ടറി നിർമ്മിക്കാൻ പോകണം. വലിയ സമരക്കാടെന്നാണല്ലോ. ഇപ്പോൾ ഒന്നും കേൾക്കുന്നില്ല. പണി അവിടെ തകൃതിയായിട്ട് നടക്കുകയാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ ഈ 5600 കോടി കൊടുത്തത് ഇതിനു മുമ്പും ഇവിടെ കൊടുത്തിട്ടുണ്ട്. വിഴിഞ്ഞ പദ്ധതിക്ക് 5000 കോടി കൊടുത്തത് സംസ്ഥാന സ്റ്റേറ്റാണ്. ഒട്ടനവധി പദ്ധതികൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ആകെ ഇടിഞ്ഞ് വീണ് തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ റോഡ് ഒട്ടിക്കാനുള്ള ഒരു പുതിയ പ്രോജക്റ്റ് ഈ പറയുന്ന എന്താ പറയുക വ്യവസായ വകുപ്പ് കൊണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞു. പുതിയ പശ വരുന്നുണ്ട് റോഡ് ഒട്ടിക്കാൻ. അതിൻ്റെ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കേരളം ഒട്ടാകെ വ്യവസായ വകുപ്പ് വലിയ രീതിയിലാണല്ലോ. എന്താ പറയുന്നത്? ഈ പറയുന്ന 15 ലക്ഷം ആളുകൾക്ക് നേരിട്ടും 20 ലക്ഷം ആളുകൾക്ക് പരോക്ഷമായും തൊഴിൽ കൊടുത്തതാണ്. എനിക്ക് പത്രക്കാരുടെ ഒറ്റ ചെറിയ ചോദ്യം ചോദിക്കുന്നു. നിങ്ങളെ വീട്ടിൽ ആർക്കെങ്കിലും ജോലി കിട്ടിയോ ഈ ഗവൺമെൻറ് വന്നിട്ട്? നിങ്ങളെ അയൽപക്കത്ത് എവിടെയും കിട്ടിയോ? നിങ്ങളുടെ പഞ്ചായത്തിൽ നിങ്ങളൊന്ന് അന്വേഷിക്കൂ എത്ര ആൾക്ക് തൊഴിൽ കിട്ടിയെന്ന്. ഞാൻ ഈ വാർത്തകൾ കാണുന്ന സമയത്ത് ഇതൊരു ഒരു അന്വേഷണം പൊതുവിൽ നടത്തി. നമ്മളെ ഈ നാട്ടിലാർക്കും ഒരാൾക്കും ജോലി കിട്ടിയിട്ടില്ല. 25-30 ലക്ഷം ആൾക്ക് തൊഴിൽ കൊടുക്കുമെന്ന് ഇവർ പറയുമ്പം ഈ കേൾക്കുന്ന കേരളത്തിലെ ജനങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ചെവി കൊടുത്തിട്ട് എൻ്റെ നാട്ടിലോ എൻ്റെ ചുറ്റുപാടിലോ എൻ്റെ കുടുംബത്തിലോ ആർക്കെങ്കിലും തൊഴിൽ, ഒരാൾക്ക് തൊഴിൽ കൊടുത്ത് പറയാൻ പറ്റില്ല. ഇവിടെ കുറച്ച് IT കമ്പനികൾ വന്നു, സ്വാഭാവികമായി നടക്കുന്നതിലപ്പുറം അല്ല. ഇവർ വ്യവസായ വകുപ്പ് ഇവിടെ തൊഴിലുണ്ടാക്കി, താൽക്കാലിക തൊഴിലുണ്ടാക്കി എന്ന് പറയുന്ന സംഗതികൾ PSC വഴിയിൽ നിയമനം ഇല്ലല്ലോ. നിയമനം ആകെ പണി ഇപ്പോൾ ആർക്കാവുള്ളൂ? PSC മെമ്പർമാർക്കുള്ളൂ. ഓൾക്ക് 2.5 ലക്ഷം ഉണ്ടായിരുന്ന 3,35,000 3 ലക്ഷം ഉണ്ടായിരുന്ന 4.5 ലക്ഷമായി ചെയർമാന്. ഇപ്പോൾ അതാ പെൻഷൻ മുൻകൂർ പ്രാബല്യത്തോട് കൊടുക്കാൻ പോകും. 21 ആൾക്ക്, ഒരാൾക്ക് ഇവിടെ തൊഴിലെടുക്കാൻ പറ്റിയിട്ടില്ല. എന്താ ഈ കുടുംബശ്രീക്കാരുടെ സ്ഥിതി? എത്ര ഹോട്ടൽ അവിടെ തുടങ്ങി? ഏതെങ്കിലും ഹോട്ടലുണ്ടോ? ആ സാധു സ്ത്രീകൾ കടം കയറി വീട് പണയം വെച്ചേക്കാണ്. പഞ്ചസാരയും അരിയും മസാലയും വാങ്ങിയതിൻ്റെ കാശ് കൊടുത്തിട്ടുള്ളവർ. അപ്പോൾ ഈ പറയുന്ന പ്രകടനപരതയിലപ്പുറം ഈ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിന് കണ്ടിന്യൂറ്റി ഉണ്ടോ എന്നുള്ളത് പരിശോധിച്ചാൽ മതി. അത് പരിശോധിക്കപ്പെടുന്ന
എന്താ പറയുക ഒരു വേദിയിലേക്ക് നമ്മുടെ കാര്യങ്ങൾ പോകും. അത് ജനങ്ങൾ ആലോചിക്കും. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നിലമ്പൂർ ഇലക്ഷനിലുണ്ടാവും. ഇവിടെ ഈ പിണറായിസവും മരുമോനിസവും കുടുംബാധിപത്യവും ഇങ്ങനെ കാലാകാലം ഈ സംസ്ഥാനത്തെ ചവിട്ടി മതിച്ച് ഇതിൻ്റെ എല്ലാം ഊറ്റിക്കൊണ്ടു പോകുന്നൊരു സംവിധാനത്തിലേക്ക് ഇനി കേരള സംസ്ഥാനത്തെ മുന്നോട്ട് പോകാൻ കേരളത്തിലെ ജനം അനുവദിക്കുന്ന പ്രശ്നമില്ല. അവർ പ്രതികരിക്കും. അതിൽ ഒന്നാം നമ്പറായിട്ട് ആ പാർട്ടിയെ സ്നേഹിക്കുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ, അവരാണ് ഇവിടെ കഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ എന്താ പറയുക വേദന അനുഭവിക്കുന്നത്. അവർക്ക് വേണ്ടി അവർക്ക് നടുറോഡിൽ ഇറങ്ങാൻ കഴിയുന്നില്ല, പൊതുപ്രവർത്തനം നടത്താൻ കഴിയുന്നില്ല, പോലീസ് സ്റ്റേഷനിൽ പോകാൻ കഴിയുന്നില്ല, ഗവൺമെൻറ് സർക്കാർ ഓഫീസിൽ പോകാൻ കഴിയുന്നില്ല. ഇവിടെ ഉദ്യോഗസ്ഥ ഭരണമാണ്, ഇത് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി സംസാരിച്ചതിൻ്റെ പേരിലാണ് എനിക്ക് ഇന്ന് ഇവിടെ വരേണ്ടത്. ഞാൻ ഇന്നും അവർക്ക് വേണ്ടി സംസാരിക്കും. ആ പാവപ്പെട്ട സഖാക്കൾ തന്നെ ഈ എന്താ പറയുക ഈ പിണറായിസത്തെ കേരളത്തിൽ തിരുത്തും. അത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓ ഞാൻ യു ഡി എഫ് അല്ലല്ലോ, ഞാൻ തൃണമൂലിന്റെ പ്രതിനിധിയിലായിട്ടുള്ളൂ. അല്ലതൊന്നും അറിയില്ല. നമ്മൾ സാധാരണ എന്താ പറയാ പൊതുപ്രവർത്തകനല്ല, നമ്മളെ ടേക്കൊന്നും ഇപ്പോൾ കാണേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് ഞാനൊന്നും പ്രതീക്ഷിക്കാറില്ല. ഞാൻ എന്താണോ ഹാപ്പനിങ് അത് മാത്രം വിശ്വസിക്കുന്ന ആളാണ്. പ്രതീക്ഷകൾ വെച്ച് പുലർത്താം, അതിൻ്റെ ആവശ്യമില്ല. നമ്മളിങ്ങനെ നോക്കി മുന്നോട്ട് പോയാൽ മതിയല്ലോ. സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയുള്ള ഒരു ആര്യാടൻ ഷൗക്കത്ത് പറയുന്നത് പി.വി. അൻവറും യു.ഡി.എഫും ഒരുമിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. അതിലിപ്പോ എന്താ? അപ്പൊ ഞാൻ യു.ഡി.എഫിലല്ലാന്ന് മനസ്സിലായില്ലേ? പി.വി. അൻവറും യു.ഡി.എഫും ഒരുമിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു പറഞ്ഞ അർത്ഥം ഞാൻ യു.ഡി.എഫിലല്ലോ, അപ്പോഴും പുറത്തല്ലേ. അപ്പൊ അത് ആ സ്ഥാനാർത്ഥി അവർ തീരുമാനിച്ചു വരട്ടെ. ഈ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പി.വി. അൻവറിനോട് ചർച്ച നടത്തേണ്ടതില്ല എന്നാണോ യു.ഡി.എഫിന്റെ സ്ഥാനാർത്ഥി? എന്തിനാ എന്നോട് സ്ഥാനത്ത്? ഞാൻ അത്ര വലിയ എന്താ പറയാ ഒരു പാർട്ടിയും ഒരു സംവിധാനം, നമ്മൾ ഒരു സാധാ പ്രവർത്തകൻ. അല്ല, അതിൽ എനിക്ക് അവിടെ ഒരു സ്വാധീനം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഗോവിന്ദമാഷ അടക്കം പാർട്ടി സെക്രട്ടറിമാരൊക്കെ പറഞ്ഞു പി.വി. അൻവർ പോയിട്ട് രോമം പോലും പോയിട്ടില്ല എന്നല്ലേ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഒക്കെ പറയുന്നില്ലേ. അങ്ങനത്തെ ഒരു കോമൺ ആളെടുത്ത് പിന്നെ വേറെല്ലാവരും ഒന്ന് ചർച്ച നടത്തേണ്ട കാര്യമുണ്ടോ? അതെ, അതെനിക്കറിയില്ല. മുഖവിലക്ക് എടുക്കുന്നതിൽ അവർക്കെല്ലാം അറിയുള്ളൂ. ഈ വി.ഡി. സതീശൻ അടക്കമുള്ള നേതാക്കൾ പറഞ്ഞു പി.വി. അൻവറും യു.ഡി.എഫും സഹകരിച്ച് അല്ലെങ്കിൽ ഒന്നിച്ചായിരിക്കും നിലമ്പൂരിൽ മത്സരിക്കുക എന്നാണ്. അതെ, പിന്നെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റൊന്നുമില്ലല്ലോ. അല്ല, അങ്ങനെ തന്നെയാണല്ലോ. നമ്മൾ പിണറായിസത്തിനെതിരെ കൈ ഉയർത്തുന്ന ആരുടെ കൂടെ നിൽക്കും. നിലമ്പൂരിൽ എന്തിനാണ് ഞാൻ രാജിവെച്ചത്? അതിലെ ഒരു കാരണം ഇവിടെ വരാനിരിക്കുന്ന മൂന്നാം ഗവൺമെൻറ്റും പിണറായി ഗവൺമെൻറ്റാണ് എന്നൊരു കള്ള നരേഷൻ ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള കള്ളത്തരം പ്രചരിപ്പിച്ചിടുക. അതല്ല വസ്തുത. ഈ രാജ്യത്തെ ജനങ്ങൾ പിണറായിക്കെതിരാണ്, ആ കുടുംബാധിപത്യത്തിനെതിരാണ്, ആ മരുമോനസത്തിനെതിരാണ്, ആ ഏകാധിപത്യത്തിനെതിരാണ്, അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതിക്കെതിരാണ് എന്ന് കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ സത്യസന്ധമായി ബോധ്യപ്പെടുത്തേണ്ട തെരഞ്ഞെടുപ്പാണിത്. അതുകൂടിയായിട്ടാണ് ഞാൻ രാജിവെച്ചിട്ടുള്ളത്. അല്ല, ഞാൻ പിന്തുണയില്ലല്ലോ. നമ്മൾ പിണറായിസത്തെ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി അവിടെ ആവണം. ചെകുത്താനാണെന്നുണ്ടെങ്കിൽ ഈ എന്താ പറയാ നല്ല ചെകുത്താനാണ്. ചെകുത്തന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഇസ്ലാമിക വിശ്വാസ പ്രകാരം നല്ല ചെകുത്താനുണ്ട്, ജിന്നുകൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ചെകുത്താന്ന് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അപ്പം അതിൽ നല്ല ജിന്നുകളുണ്ട്. അതെനിക്കറിയില്ല. അല്ല, അതിപ്പോ ഞാനല്ലല്ലോ തീരുമാനിക്കുന്നത്. ഷൗക്കത്തിന്റെ കാര്യം ഞാൻ അങ്ങനെ പറയാം. എനിക്ക് എന്റെ കാര്യം കോൺഗ്രസുമായി ബന്ധപ്പെട്ടിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. ഒരതിർത്തി അല്ല, അനുയായികൾക്ക് സ്വാഭാവികമായിട്ടുള്ള അതൃപ്തിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഉറപ്പല്ലേ, ഇതിങ്ങനെ പറഞ്ഞ് നീട്ടി പോകുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള അതൃപ്തിയും വിഷമൊക്കെ അവർക്ക് ഉണ്ടാവുമല്ലോ. അവർക്ക് എനിക്കതിനുള്ള ശേഷിയുള്ളതുകൊണ്ടാണ് എനിക്ക് അതൃപ്തി ഇല്ലാത്തത്. ഇതൊക്കെ സ്വാഭാവികമായ കോമൺ സെൻസിൽ നമ്മളൊക്കെ മനുഷ്യരല്ലേ, ഇതൊക്കെ അറിയിക്കേണ്ട കാര്യമുണ്ടോ? ഈ അസോസിയേറ്റഡ് മെമ്പർ എന്നുള്ള ഒരു ഇതിനപ്പുറത്തേക്ക് അതിലൊരു പൂർണ്ണ അംഗമാകുക എന്നുള്ളതാണല്ലോ. അല്ല, അസോസിയേറ്റഡ് കിട്ടിയിട്ടില്ലല്ലോ ഇപ്പോഴും.
അസോസിയേറ്റഡ് കിട്ടും. അസോസിയേറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബസ്സിന്റെ സ്റ്റെപ്പിൽ നിൽക്കുക എന്നുള്ളതാണ്. അതാണല്ലോ. അപ്പൊ ആ സ്റ്റെപ്പും കൂടി ഇപ്പോഴും തുറന്നിട്ടില്ല. ഏയ് ഞാൻ എന്നും തൃപ്തനാണ്. ഈ സാധനം കൊണ്ടുപോകാൻ മറക്കരുത്. ദുഃഖങ്ങൾ ഡീറ്റെയിൽസ് എടുക്കണം. എങ്ങനെ നമുക്ക് ആലേക്ക് സ്ഥാനാർത്ഥിനെ വന്നിട്ടില്ലല്ലോ, തെരഞ്ഞെടുപ്പല്ലേ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. വരട്ടെ. അത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. ഞാൻ ഇന്നലെ എന്താ പറഞ്ഞേ, സമയം കുറഞ്ഞു പോയില്ലെന്ന് എറണാകുളത്ത് നിങ്ങളെ സുഹൃത്തുക്കൾ പത്രക്കാർ ചോദിച്ചു. ഞാൻ എന്തിനാ 24 ദിവസം, 10 ദിവസം മതിയല്ലോ. അപ്പൊ സമയമൊന്നും കുറഞ്ഞിട്ടില്ല, 10 ദിവസം തന്നെ അധികമാണ്. അപ്പൊ നമുക്ക് സമയമുണ്ട്, നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. എനിക്കറിയില്ല, നിങ്ങൾ പറയുന്ന അറിവുകളല്ലാതെ എൻ്റെ അടുത്ത് പ്രത്യേക അറിവൊന്നുമില്ല. സ്ഥാനാർത്ഥി ആരായാലും പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞാൽ ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ ആലോചിക്കാന്ന് പറയുന്നത്. അങ്ങനെ ഒരു അല്ല, അതൊക്കെ സ്ഥാനാർത്ഥി വരട്ടെന്ന്. ഇവിടെ ആരെങ്കിലും MLA ആക്കാനോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും സ്ഥാനം ഉറപ്പിക്കാനൊന്നും അല്ല ഞാൻ രാജിവെച്ചത്. ഇവിടെ ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ, ഇവിടെ ഞാൻ എന്തിനാ രാജിവെച്ചത്? ഞാൻ ഈ പറഞ്ഞ പൊളിറ്റിക്സിനാണ്. ആ പൊളിറ്റിക്സിന് ഉതകുന്ന കേരളത്തിലെ, പ്രത്യേകിച്ച് നിലമ്പൂരിലെ വോട്ടർമാർക്ക് ഒരു എതിർപ്പുമില്ലാത്ത, എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന, എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാവണം. ഒരു മിനിറ്റ് ഒരു സ്ഥാനാർത്ഥിയാവണം. ഇപ്പോഴത്തെ ഇക്വേഷൻ എന്താ? ഞാൻ 2 മാസം മുമ്പ് വെള്ളാപ്പള്ളി നടേശൻ നിലമ്പൂരിൽ വന്ന് മടങ്ങിപ്പോയതിനു ശേഷം നടത്തിയ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞ, ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, ഇത് കുളം കലക്കാൻ വന്നാണ്. ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ ബാക്കി പത്രമാണ്. അല്ലെങ്കിൽ അദ്ദേഹം അങ്ങോട്ട് വരില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സറിഞ്ഞ് പറഞ്ഞതുമല്ല. എനിക്ക് അദ്ദേഹത്തെ അറിയാം. പക്ഷെ അദ്ദേഹം പറഞ്ഞു പോകുന്ന വർഗീയത നമ്മളെല്ലാവരും കണ്ടതാണ്. അത് കഴിഞ്ഞ് 3-ാമത്തെ ദിവസം അദ്ദേഹത്തിന് വെള്ളപൂശിയാണ് സഖാവ് പിണറായി ചെയ്തത്. അപ്പോൾ ഇവിടെ BJPയും RSSും CPMും തമ്മിലുള്ള ബാന്ധവം വരാൻ പോകുന്നു. നിലമ്പൂരിൽ BJPക്ക് സ്ഥാനാർത്ഥി ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞു. ഇന്നലെയാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് പ്രഷർ ചെയ്താൽ ഒരു പേരിനൊരു സ്ഥാനാർത്ഥിയൊക്കെ ഉണ്ടാവും. വോട്ടെണ്ണുമ്പോൾ വോട്ടുണ്ടാവില്ല. വോട്ട് ഈ പറയുന്ന മറ്റേ പെട്ടിയിലേക്കാണ് പോവുക. ഇതെല്ലാം ആലോചിക്കണ്ടേ? അവിടെ വ്യാപാരി വ്യവസായികൾ വലിയ പ്രതിഷേധത്തിൽ അവർ സ്ഥാനാർത്ഥി നടത്താൻ പോവുക. നിലമ്പൂരിലെ വ്യാപാരി വ്യവസായി സമൂഹം എന്ന് പറഞ്ഞത് അത്ര മോശപ്പെട്ടവരൊന്നുമില്ല. വലിയ സ്ട്രെങ്ത്തുള്ളവരാ, വലിയ കുടുംബമുണ്ട്, എല്ലാ അങ്ങാടിയിലുണ്ട് കടകൾ, അവിടെയൊക്കെ വ്യാപാരികളുണ്ട്. അവരുടെ പ്രശ്നം ഇതുവരെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അവരെന്തിനാണ് സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന് ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല. അവരൊരു അമിക്കബിൾ സെറ്റിൽമെൻറ്റിലേക്ക് അവരുടെ പ്രശ്നം തീർക്കാനുള്ള ചർച്ചകൾ നടന്നിട്ടില്ല. മറുഭാഗം എല്ലാ ആയുധങ്ങളും സ്വാംശീകരിച്ച് 18,000-ക്കൊന്നും വേണ്ട, കറകടഞ്ഞ 10,000 തൊട്ട് 12,000 വോട്ടുണ്ട് BJPക്ക്. ഈ 12,000 വോട്ട് അങ്ങോട്ടാണ് പോകുന്നത്? ഈ പറയുന്ന CPMൻ്റെ പെട്ടിയിലേക്കല്ലേ? എന്താ CPM ഇപ്പോഴും സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാത്തത്? CPM ഒക്കെ രാഷ്ട്രീയം വിട്ടല്ലോ, ജാതി മത ഇക്വേഷൻസിന് വേണ്ടി മാത്രം നിൽക്കല്ലേ. UDF ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കട്ടെ, എന്നിട്ട് ഓൻ്റെ ജാതിയും മതവും ഓൻ്റെ അടിസ്ഥാനമൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട് വേറൊരു ജാതിയിൽ ഒരുത്തരാടെ കൊണ്ടേ നിർത്തും. അതിനല്ലേ CPM നിൽക്കുന്നത്? എന്ത് രാഷ്ട്രീയത്? എവിടെ എത്തി CPM? അല്ല, അതെനിക്കറിയില്ലാന്ന്. കണ്ണ് പലർക്കും കാണുന്നില്ലേ? ഏയ്, ഞാൻ എന്നും തൃപ്തനാണ്. UDF തീരുമാനിച്ചാൽ ഞാൻ എനിക്കെന്താ, ഞാൻ എന്ത് ചെയ്യാൻ പറ്റുന്നു? അവർക്ക് തീരുമാനിക്കാം. അല്ല, അത് അവരുടെ തീരുമാനം. ഞാൻ UDF അല്ലല്ലോ. UDF തീരുമാനിക്കട്ടെ. അല്ല, എനിക്ക് എന്നും രാഷ്ട്രീയ നിലപാടുണ്ട്. നിലപാടിന്റെ ഭാഗമായിട്ടാണല്ലോ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്. നിലപാടില്ലെങ്കിൽ എന്തോ ഒരു സുഖമാണ്. ഇത്ര ഇങ്ങനെ ഒഴുക്കിനനുസരിച്ച് നീതി കൊടുത്ത പോരെ. അല്ലെ, ആരാണ് ഷൗക്കത്ത് എന്നുള്ളത് തീരുമാനിക്കപ്പെട്ടിട്ടില്ലല്ലോ. സ്ഥാനാർത്ഥിയെ പറയട്ടെ, നിങ്ങൾ പറഞ്ഞാൽ മതിയോ? അതെ, PV അൻവറിന്റെ പിന്തുണ ഇപ്പൊ നിങ്ങൾക്കില്ലേ? ചാട്ടിയോ? PV അൻവറിന്റെ പിന്തുണ നിങ്ങൾക്കുണ്ട്. അതിലൊന്നും തർക്കമില്ല. അതെ, ചായ പറയണം. ഈ ചോദ്യം ആവർത്തിച്ച് ചോദിക്കാനുള്ള കാരണം വെച്ചാൽ ആരെയെങ്കിലും MLA ആക്കാൻ രാജിവെച്ചതല്ല എന്നുള്ളൊരു പ്രസ്താവന, അത് കുറച്ചുകൂടി അതിന് ആഴമുള്ള പ്രസ്താവനയാണ്. കറക്റ്റ് അല്ലേ? പിണറായിസത്തിനെതിരമാണ് കേരളത്തിലെ ജനത എന്ന വോട്ടിംഗ് പാറ്റേണും വോട്ടുമാണ് നിലമ്പൂരിൽ വരേണ്ടത്. ഞാൻ ആരെങ്കിലും MLA ആക്കാൻ രാജിവെച്ചതല്ല. മത്സരിക്കണമെന്ന് 8 മാസം കഴിഞ്ഞാൽ 140 സീറ്റ് വിടല്ലേ? അവിടെ വന്ന് കുത്തിത്തിരികെ മത്സരിക്കേണ്ട തെരഞ്ഞെടുപ്പ് അല്ലത്. എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നിട്ട് ഈ പിണറായിസത്തെ തകർക്കാൻ വേണം.
അവർ സർവ്വശക്തിയും സ്വാംശീകരിക്കുന്നു, ബി ജെ പിയെ പിടിക്കുന്നു, ബി ജെ പി പച്ചയായി ഇറങ്ങുന്നു, എല്ലാ മതസമവാക്യങ്ങളെയും ഉപയോഗപ്പെടുത്തുന്നു. എല്ലാ പണി ഈ 98 എം എൽ എമാരും മുഖ്യമന്ത്രിയും കുടുംബസമേതം വന്ന് താമസിച്ച് അവിടെ വോട്ടിന് വേണ്ടി വർക്ക് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് അന്തം വിട്ട ആലോചനകൾ നടക്കുന്നത്. അതേ ഞാൻ സൂചിപ്പിച്ചുള്ളൂ. എനിക്കൊരു നിലപാടുണ്ടാവും, ഞാൻ പറഞ്ഞുതരാം. മനസ്സിലായ? അത് ആൻറ്റി പിണറായിസാണ്. ആ ആൻറ്റി പിണറായിസം പിണറായിയെ തോൽപ്പിക്കാനും പിണറായിക്കെതിരെ ഇനിയിപ്പോൾ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിണറായിക്കെതിരെ ഇവിടെ ഒരു വികാരമുണ്ട് എന്ന് പ്രതിഫലിപ്പിക്കുന്ന പ്രവർത്തനത്തിലേക്ക് ഞാൻ പോകണ്ടെന്ന് ഞാൻ ആലോചിക്കും. ഇപ്പൊ എന്ത് തിരക്കില്ലല്ലോ, ഞാൻ പറഞ്ഞില്ലേ, എത്ര സമയമില്ല നിങ്ങൾക്ക്. ഞാൻ പറയാം, 2011 ഞാൻ ഏറനാട് മത്സരിക്കുകയാണ്. മാർച്ച് 27 നോമിനേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. സോറി, മാർച്ച് 23. 22 എൻ്റെ ഉമ്മ മരിക്കുകയാണ്. 23 ഞാൻ നോമിനേഷൻ കൊടുക്കുന്നത്. നോമിനേഷൻ കൊടുത്ത് ഞാൻ വീട്ടിലേക്ക് വരിക. 25 26 വരെ ഞാൻ വീട്ടിൽ തന്നെയാണ്. ഏപ്രിൽ 13 തിരഞ്ഞെടുപ്പ്. 10 വൈകുന്നേരം തിരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിപ്പിക്കണം. 10 ദിവസം എനിക്ക് കിട്ടിയിട്ടില്ല. ആ 10 ദിവസം എറണാകുളത്ത് ഓടിയിട്ടാണെന്ന് 49,000 വോട്ട് നമുക്ക് പിടിക്കാൻ കഴിയുന്നത്. അപ്പം നിലമ്പൂരിനെ സംബന്ധിച്ച് എനിക്ക് 5 ദിവസം മതി. 5 ദിവസം പ്രവർത്തിച്ചാൽ മതി. ആളുകൾക്ക് അറിയാലോ, ഈ പറഞ്ഞ ഇതൊക്കെ കാര്യങ്ങളൊക്കെ ജനങ്ങൾ കേൾക്കല്ലേ. ജനങ്ങൾക്ക് ഇനി വോട്ട് ചെയ്യേണ്ട പണിയുള്ളൂ. അത് ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുമല്ലോ. അല്ല, അന്നത്തെ കാര്യം പറയാമല്ലോ. ഞങ്ങൾ സമയം പോരാന്ന് പറഞ്ഞുകൊണ്ട് 10 ദിവസം കൊണ്ട് 49,000 വോട്ട് സ്വതന്ത്രനായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അല്ല, തൃണമൂൽ തന്നെ ഇല്ല എന്നൊക്കെയല്ലേ ഇപ്പൊ കേൾക്കുന്നത്. എനിക്ക് അങ്ങനെ ജോയിയോടൊരു മമതയോ ഷൗക്കത്തിന്റെ ബന്ധുവോ ഭാവം, ഇപ്പോൾ ഉമ്മ സുഖമില്ലാതിരിക്കണം, അതൊക്കെ വേറെ വിഷയങ്ങൾ. അതൊക്കെ വ്യക്തിപരമായും കുടുംബപരമായ പ്രശ്നങ്ങളാണ്. നമുക്കതൊന്നും അല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം എന്താണ് ഇപ്പോൾ ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഒരു കാര്യം കൂടെ, ഈ ആരോഗ്യ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാകുന്നതിൽ നിങ്ങൾക്ക് എതിർപ്പുണ്ടെന്നുള്ളൊരു വാർത്ത പോകുന്നുണ്ട്. ആരാണ് പറഞ്ഞത്? ആരാ പറഞ്ഞ ആളെ പറയും, എനിക്കറിയില്ല. വാർത്ത പോകുന്ന വാർത്തേനെ നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റുമോ? അത് പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകല്ലേ. ഞാൻ എന്നും ഐ ആം ഫുള്ളി സാറ്റിസ്ഫൈഡ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനങ്ങൾ കാണുമ്പോൾ UDFന്റെ പിണറായി തോൽപ്പിക്കുമെന്ന് പറയുന്ന വാക്കുകളിൽ സ്ഥാനാർത്ഥിയുടെ കാര്യം വരുന്ന സമയത്ത് മാത്രം ഒരു ഒഴിഞ്ഞു മാറ്റം കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്നിപ്പോ KPCC പറഞ്ഞത് ക്രൈസ്തവ സ്ഥാനാർത്ഥി ആവശ്യപ്പെട്ടില്ല എന്ന് കൂടി സണ്ണി ജോസഫ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അയാളോട് ചോദിക്കണം. അയാൾ പോയിട്ട് 2 ദിവസമല്ലേ ആയിട്ടുള്ളൂ. ഇതേ നമ്മളെ ഉറ്റ സുഹൃത്താണ്, നമ്മളെ പഴയ 4ാം ഗ്രൂപ്പാണ്. കെ സുധാകരൻ്റെ റൈറ്റ് ഹാൻഡാണ്. കെ സുധാകരൻ്റെ അനുയായിയായിട്ട് എത്രയോ കാലങ്ങൾ നിന്നാണ്. ഈസ് മൈ ബ്രദർ. ആര്? ഞാൻ സണ്ണിച്ചായ എന്ന് അന്നും വിളിക്കല്, ഇന്നും വിളിക്കല്. അത് കുഴപ്പമില്ല. അന്നൂറിയിട്ട് ഇതിന് KPCC ആലോചിക്കണം. ഈ റോഡ് കൂടെ പോകുന്നവരോടൊക്കെ KPCC ആലോചിക്കുക. ഞാനിപ്പോൾ ഈ റോഡിന്റെ സൈഡിൽ കൂടെ നടക്കുന്ന എടുത്തല്ലേ, എന്നോട് KPCC ആലോചിക്കേണ്ട കാര്യം എന്താ? സഹകരണം എങ്ങനെയാവല്ലോ. ഞാൻ ആ പനി വന്നതിന് ശേഷം ശക്തിയൊക്കെ കുറഞ്ഞു. ഇപ്പോൾ 4 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നില്ലേ. ആണല്ലേ? ആർക്ക് ബുദ്ധിമുട്ട്? പിണറായിസത്തെ തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും പിണറായിസത്തിന് അതിന്റെ റിഫ്ലക്ഷൻ എത്ര ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. പിണറായിസത്തെ തോൽപ്പിക്കാൻ പറ്റൊക്കെ വിചാരിച്ചാൽ മതിയോ? നമ്മളെ കൂടെ ഇപ്പൊ ഈ ആൾക്കാരൊക്കെ ഉണ്ട്. ഇല്ലല്ല, അത് അവർക്കൊന്നും ആലോചിക്കാനായിട്ടില്ല. അതാണല്ലോ ഇപ്പൊ UDF ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പിണറായിസത്തെ തോൽപ്പിക്കാൻ പറ്റുന്ന പിണറായിസത്തെ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയെ കുറിച്ചാണല്ലോ ഇപ്പൊ UDF ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ തീരുമാനിക്കട്ടെ. അല്ല, അതൊന്നും പറയാൻ പറ്റില്ല. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ. രാഷ്ട്രീയം എന്ന് പറയുന്നത് അതാണല്ലോ, അല്ലേ? അല്ല, ഷെറോണ വരും. അതൊന്നും നിങ്ങൾ ഇതാക്കണ്ട. ഇന്നലെ എന്താ പറഞ്ഞ് 7 ദിവസം കൊണ്ട് തീരുമാനിക്കുന്നാര്? പാർട്ടി സെക്രട്ടറി ഗോവിന്ദമാഷ് പറഞ്ഞു, പാവം 7 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ തീരുമാനിക്കും. അങ്ങനെയല്ലേ പറഞ്ഞു? അപ്പൊ അതൊന്നും നിങ്ങൾ എന്താ ചോദിക്കാത്തത്? നിങ്ങളെന്താ BJP-ക്കാരെടുത്ത് പോയിട്ട് എന്താണ് സ്ഥാനാർത്ഥിയെ നിർത്താത്ത, മുണ്ട് കുത്തുന്ന ആളെ എടുത്തൊന്നും പോയിട്ട് ഇതൊക്കെ ഒന്ന് അന്വേഷിക്കണ്ടേ? ഈ വക പരിപാടിയൊന്നും നടക്കണില്ലല്ലോ. 12,000 ആകെ 2,700 വോട്ടിനാണ് ജയിച്ചത്. 4 സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാതെ വോട്ടുണ്ട് വിളിക്കും. ആ ഭൂരിപക്ഷം കൂട്ടുകയാണെങ്കിൽ
ചെറിയ സംഗതിയാ. അതൊന്നും നിങ്ങൾക്ക് അറിയണ്ട. ആകെ അറിയേണ്ട ഇപ്പൊ ഇത് മാത്രമാണ്. എങ്ങനെ മത്സരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാം. അല്ല, പണ്ട് കെ കരുണാകരൻ ലീഡർ പറഞ്ഞ പോലെ തള്ളും വേണ്ട കൊള്ളും വേണ്ട, തള്ളും വേണ്ട കൊള്ളും വേണ്ട. ആ, ലീഡർ അങ്ങനെയാണല്ലോ പറയുന്നത് അത്തരം ഘട്ടങ്ങളിൽ. അങ്ങനെ കൂട്ടിയാൽ മതി അത്. അപ്പോൾ അവസാനിപ്പിക്കാം. താങ്ക് യു.